സയോണെ ക്യാമറ ഓൺ ചെയ്തേടാ. അവന്തിക ക്യാമറ ഓൺ ചെയ്തേ. അജയ് ക്യാമറ ഓൺ ചെയ്ത് നോക്ക്. ഓക്കെ. ഓസിലേഷൻ പഠിപ്പിച്ചപ്പോ ഉണ്ടായിരുന്ന അവന്തിക? ഇല്ല. സയോൺ ഉണ്ടായിരുന്ന? ഓക്കെ. ഓസിലേഷൻ ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് പോർഷൻ ഞാൻ എടുക്കണം. അതാ ഞാൻ എഴുതി നോക്കാൻ ഇവരോട് പറഞ്ഞത്. നമുക്ക് സിമ്പിൾ പെൻഡിലും കൂടെ നോക്കാം, എന്നിട്ട് അടുത്ത ചാപ്റ്റർ നോക്കാം. ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലാസ് കഴിഞ്ഞിട്ട് കുറച്ചു നേരം നിൽക്കട്ടോ, അത് കഴിഞ്ഞ് പറഞ്ഞു തരാവേ. ഓക്കെ ഓക്കെ. ഇനി അടുത്തത് സിമ്പിൾ പെൻഡിലും. ഓക്കെ, ശ്രദ്ധിച്ചേ. സിമ്പിൾ പെൻഡിലും എന്താ എങ്ങനെയാ നിൽക്കുന്നതെന്ന് അറിയാലോ. സിമ്പിൾ പെൻഡിലും കണ്ടിട്ടുണ്ടല്ലോ. ഓക്കെ. ഇനി നമ്മൾ ഈ സിമ്പിൾ പെൻഡിലത്തിലേക്ക് ഒരു ഫോഴ്സ് കൊടുക്കാന്ന് വിചാരിക്കും. ഇപ്പൊ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന ടൈം പീരീഡ് ഓഫ് സിമ്പിൾ പെൻഡിലം ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ടൈം പീരീഡിന്റെ ഇക്വേഷൻ T = 2π × √L/g. ഈ ഇക്വേഷൻ നമ്മൾ ഒരു പ്രാവശ്യം ഡിറൈവ് ചെയ്തതായിരുന്നു. എവിടെയായിരുന്നു ഓർക്കുന്നുണ്ടോ? ഡയമെൻഷൻ അനാലിസിസ് ചെയ്തപ്പോഴത്തേക്ക് നമ്മൾ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ചെയ്തതാ. ഇവിടെയാണ് എക്സാക്ട്ലി നമ്മൾ ഇവിടെ പഠിക്കുന്നത്. ഇക്വേഷൻ ടൈം പീരീഡ് ഓഫ് സിമ്പിൾ പെൻഡിലം പഠിക്കുന്നത് ഇവിടെയാണെങ്കിൽ നേരത്തെ നമ്മൾ ചെയ്തത് ഏത് പ്രോസസ്സ് വഴിയാണ് ചെയ്തത്? ഡയമെൻഷൻ അനാലിസിസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത്, ഡിറൈവ് ചെയ്തത് ഇക്വേഷൻ. ഇവിടെയാണ് പഠിക്കുന്നത്. ഈ ഇക്വേഷൻ ആയിരിക്കും ഡിറൈവ് ചെയ്യാൻ പോണത്. അപ്പൊ ഇക്വേഷൻ നിങ്ങൾക്ക് ജസ്റ്റ് അറിയാവുന്നതാണ്, ജസ്റ്റ് പറഞ്ഞു എന്നുള്ള ഇക്വേഷൻ. ഓക്കെ. അപ്പൊ ഈ സിമ്പിൾ പെൻഡിലത്തിലേക്ക് ഞാനൊരു ഫോഴ്സ് കൊടുക്കണമെന്ന് വിചാരിക്കുക. എന്തായിരിക്കും സംഭവിക്കുക ഇതിൽ ഫോഴ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ? ഓസിലേഷൻ നടക്കും, മൂവ് ചെയ്യും. ഇത് ജസ്റ്റ് ഇങ്ങനെ നിൽക്കുന്നതാണെങ്കിൽ നമ്മൾ ഫോഴ്സ് കൊടുത്തു കഴിയുമ്പോൾ എന്താവും? ഇങ്ങനെ പോകും. ഓക്കെ. ഇനി ഇതിന് എന്തുണ്ടാവും? ഈ ഒരു സ്ട്രിങ്ങിന് എന്തുണ്ടാവും? ടെൻഷൻ ഉണ്ടാവും. നീ പഠിച്ചിട്ടുണ്ടായിരുന്നു? ബാക്കിയുള്ളവർ പറഞ്ഞേ, അവൻ പഠിച്ചിട്ടിരിക്കണേ ഇല്ല. ഓക്കെ. ടെൻഷൻ ഉണ്ടാവും. ഇനി ഇതിന് താഴേക്ക് എന്തുണ്ടാവും? ടെൻഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ താഴേക്ക് എന്തുണ്ടാവും? വെയിറ്റ് ഉണ്ടാവും. വെയിറ്റിനെ ബാലൻസ് ചെയ്യുന്ന കമ്പോണന്റ് വേണ്ടേ? ഓക്കെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഇതിനെ എന്ത് ചെയ്യുക? രണ്ട് കമ്പോണൻസ് ആക്കി റിസോൾവ് ചെയ്യണം. വരച്ചു. ഇതൊന്ന് എങ്ങനെ റിസോൾവ് ചെയ്യണം എന്നൊന്ന് കാണിച്ച്. ഇതൊക്കെ പഠിച്ചിട്ടുള്ളതല്ലേ? mgനെ രണ്ട് കമ്പോണൻസ് ആയിട്ടൊന്ന് റിസോൾവ് ചെയ്തേ. രണ്ട് കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്യാം. നമ്മൾ എന്തിനാ റിസോൾവ് ചെയ്തത്? ടീനെ ബാലൻസ് ചെയ്യുന്ന ഒരു കമ്പോണന്റിന് വേണ്ടിയാണ് നമ്മൾ mgനെ രണ്ട് കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്തത്. അപ്പൊ ടീനെ ബാലൻസ് ചെയ്യുന്ന കമ്പോണന്റ് ഏത് കിട്ടി? ടെൻഷനെ ബാലൻസ് ചെയ്യുന്ന കമ്പോണന്റ് എന്താ കിട്ടിയത്? mg cos θ. ഇനി mg sin θ ബാലൻസ് ചെയ്യുന്ന കമ്പോണന്റ് എന്തായിരിക്കും? ആലോചിച്ച് പറയണേ. അതായത് നമ്മൾ ഇതിലേക്ക് ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. അപ്പോ mg sin θ ബാലൻസ് ചെയ്യുന്ന കമ്പോണന്റ് ഏതായിരിക്കും? അവിടെ നിന്ന് ഇങ്ങോട്ട് എന്താ ഉണ്ടാവുക? ഒരു ഫോഴ്സ് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും -F അല്ലെ? റീസ്റ്റോറിംഗ് ഫോഴ്സ് ആണ് തിരിച്ചുണ്ടാവുക. അപ്പൊ നോക്കിക്കേ, ഇതിനെ ബാലൻസ് ചെയ്യുന്നത്, അതായത് ജസ്റ്റ് നമ്മൾ ഇങ്ങനെ ഒരു പെൻഡുലം വരച്ചു. ആ പെൻഡുലത്തിലേക്ക് ഞാനൊരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിന് ഓസിലേഷൻ ഉണ്ടായി. ഈ സ്ട്രിങ്ങിന് ഒരു ടെൻഷൻ ഉണ്ട്. ഇതിന്റെ വെയിറ്റ് താഴേക്കാണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ടെൻഷനെ ബാലൻസ് ചെയ്യുന്ന കമ്പോണന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്തത്? mgനെ രണ്ട് കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്തത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? mg sin θ ആൻഡ് mg cos θ കിട്ടി. ടെൻഷനെ ബാലൻസ് ചെയ്യുന്ന കമ്പോണന്റ് എന്ത് കിട്ടി? mg cos θ കിട്ടി. ഇനി നമുക്ക് mg sin θ ബാലൻസ് ചെയ്യുന്ന കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആണ്. F = -mg sin θ. ഓക്കെ. ഇനി sin θ സ്മോൾ ആയതുകൊണ്ട് നമുക്കത് അപ്രോക്സിമേറ്റ്ലി തീറ്റ ആക്കി എടുക്കാം. sin θ is approximately equal to θ. F is equal to -mg θ. ഇനി തീറ്റനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? അങ്ങനെയല്ല, തീറ്റ ആംഗിൾ തീറ്റ ഈക്വൽ ടു ആർക്ക് ലെങ്ത് ബൈ റേഡിയസ്. അത് പഠിച്ചിട്ടില്ലേ ആ ഇക്വേഷൻ? തീറ്റ ഈക്വൽ ടു, എല്ലാം വേണം, നേരത്തെ പഠിച്ചത് വിട്ട് കളയത്. തീറ്റ ഈക്വൽ ടു ആർക്ക് ലെങ്ത് ബൈ റേഡിയസ്. ആർക്ക് ലെങ്ത് ഞാൻ എക്സ് ആയിട്ട് എടുത്ത റേഡിയസ് ലെങ്ത് എൽ ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? F is equal to -mg
x/l. ഓക്കെ, ഇനി നമുക്ക് ഫോഴ്സിന് ഞാൻ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നതാണ്. ഫോഴ്സിന് ma according to Newton's law of motion, F equal to ma equal to minus mg x/l. ഓക്കെ, ഇവിടെ നമുക്ക് m ക്യാൻസൽ ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? a equal to മൈനസ് g into x/l. ഇനി ആക്സിലറേഷൻ നമ്മൾ എന്താ പഠിച്ചത്? ആക്സിലറേഷൻ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ വേണ്ടി എന്താ പഠിച്ചത്? നമ്മള് ഇങ്ങനെ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടില്ലേ? ഇതെവിടെയാ പഠിച്ചേക്കുന്നത്? ആക്സിലറേഷൻ ഇങ്ങനെ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടില്ലേ നമ്മള്? ഓരോ ഓർമ്മയില്ല, ഇതൂടെ എഴുതി വെച്ചോട്ടാ. ആക്സിലറേഷൻ a equal to minus omega square x which is equal to minus g x/l. നെഗറ്റീവ് ക്യാൻസൽ ചെയ്ത് x ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒമേഗ സ്ക്വയർ ഈക്വൽ ടു g/l, ഒമേഗ ഈക്വൽ ടു റൂട്ട് ഓഫ് g/l. ഓക്കെ, ഇനി ടൈം പീരീഡ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ടൈം പീരീഡ് ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തരാം, ഇപ്പൊ ജസ്റ്റ് ശ്രദ്ധിച്ചിടുക, ഇക്വേഷൻ ഒന്നും മനസ്സിലാവാന്നിട്ടാണ്. t is equal to 2π into l/g. ഇത്ര എഴുതിക്കേ, ഇവിടെ വരെ മനസ്സിലാക്കി എഴുതി. ഒന്നുകൂടെ പറഞ്ഞു തന്നിട്ട് ഞാൻ ടൈം പീരീഡ് പറഞ്ഞാൽ അല്ലെ കാണാൻ പറ്റത്തില്ല എഴുതിയിട്ടാണെങ്കിൽ. അപ്പൊ ശ്രദ്ധിച്ചോ, ഇവിടെ എന്താ ചെയ്തേക്കുന്നതെന്ന് മനസ്സിലായില്ല? ടെൻഷനെ ബാലൻസ് ചെയ്യുന്ന, അതായത് ആദ്യം തന്നെ റഫ് ആയിട്ട് ആ ഫിഗർ ഒന്ന് വരക്കുക. ഫിഗർ വരച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു ഫോഴ്സ് കൊടുത്ത് കഴിഞ്ഞപ്പോ എന്ത് ചെയ്ത്? ഈ പെൻഡുലം ഓസിലേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഫസ്റ്റ് ഫിഗർ വരക്കട്ടെ. ഫിഗർ വരച്ചിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യാം. നിവേദയെ ശ്രദ്ധിച്ചിരുന്നോ? കറക്റ്റ് ആയിട്ട് ചെയ്യണേ. പെൻഡുലത്തിലേക്ക് നമ്മളൊരു ഫോഴ്സ് കൊടുത്ത്, ഫോഴ്സിന്റെ എഫക്റ്റിൽ ആ പെൻഡുലം എന്ത് ചെയ്ത്? ഓസിലേറ്റ് ചെയ്ത്. അപ്പൊ നോക്കുക, ഇതിനൊരു ടെൻഷൻ ഉണ്ട്. ടെൻഷനെ ബാലൻസ് ചെയ്യുന്ന കമ്പോണന്റ് ഇവിടെ ഇല്ല. ഇതിന്റെ വെയിറ്റ് എങ്ങോട്ടാ ആക്ട് ചെയ്യുന്നത്? താഴേക്കാണ് വെയിറ്റ് ആക്ട് ചെയ്യുന്നത്. mg താഴേക്കാണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ ടെൻഷനെ ബാലൻസ് ചെയ്യുന്ന കമ്പോണന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി mgനെ നമ്മൾ എന്ത് ചെയ്ത്? റിസോൾവ് ചെയ്ത്, രണ്ട് കമ്പോണന്റ്സ് ആക്കി റിസോൾവ് ചെയ്ത്. mgനെ റിസോൾവ് ചെയ്ത് കഴിഞ്ഞപ്പോ നമുക്ക് ഇത് ഇങ്ങനെ ഞാൻ റിസോൾവ് ചെയ്ത്, അപ്പോ mg കോസ് തീറ്റ ആൻഡ് mg സൈൻ തീറ്റ നമുക്ക് കിട്ടി. ജസ്റ്റ് റിസോൾവ് ചെയ്ത് കഴിഞ്ഞപ്പോ ടെൻഷനെ ബാലൻസ് ചെയ്യുന്ന കമ്പോണന്റ് ഏതാ? mg കോസ് തീറ്റ. അതുപോലെ തന്നെ പിന്നെ ഏതാ ബാലൻസ് ചെയ്യണത്? mg കോസ് തീറ്റനെ ബാലൻസ് ചെയ്യുന്ന ടെൻഷൻ mg സൈൻ തീറ്റ. mg സൈൻ തീറ്റ ഇങ്ങോട്ടല്ലേ? അപ്പൊ ഇങ്ങോട്ടുള്ള ഒരു കമ്പോണന്റ് ഏതാ ഉള്ളത്? ഫോഴ്സ്. അപ്പൊ നമ്മൾ എന്താ എഴുതി? ടെൻഷനെ ബാലൻസ് ചെയ്യുന്ന കമ്പോണന്റ് mg കോസ് തീറ്റ ആൻഡ് ഫോഴ്സ് F ഈക്വൽ ടു മൈനസ് mg സൈൻ തീറ്റ. പിന്നെ എന്ത് ചെയ്ത്? സൈൻ തീറ്റ ഈക്വൽ ടു തീറ്റ അപ്രോക്സിമേറ്റ് ചെയ്ത് എഴുതി. മനസ്സിലായി? ഈ രണ്ട് സ്റ്റെപ്പ് ഒന്ന് ഓർത്ത് വെച്ചാൽ മാത്രം മതി. അത് ആ ഫിഗറിൽ നിന്ന് തന്നെ കിട്ടും. ഫിഗർ വരക്കുമ്പോ തന്നെ ഈ രണ്ട് സ്റ്റെപ്പ് ഒന്ന് ഓർത്ത് വെക്കുക. mgനെ നമ്മൾ രണ്ട് കമ്പോണന്റ്സ് ആക്കി ബാലൻസ് ചെയ്യും, mg കോസ് തീറ്റ ആൻഡ് mg സൈൻ തീറ്റ. അപ്പൊ തന്നെ ഇതും കൂടെ എഴുതി വെക്കുക. പിന്നെ സൈൻ തീറ്റനെ തീറ്റ ആക്കി മാറ്റുക, F is equal to മൈനസ് mg തീറ്റ. പിന്നെ തീറ്റക്ക് നമ്മളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു, x/l, ആർക്ക് ലെങ്ത് ബൈ റേഡിയസ് x/l എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് പിന്നെ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആക്സിലറേഷൻ കിട്ടും. ആക്സിലറേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ഹാർമോണിക് മോഷൻ ആകുമ്പോൾ ആക്സിലറേഷന്റെ വേറെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, മൈനസ് ഒമേഗ സ്ക്വയർ എക്സ്. അതുകൂടി കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഒമേഗയുടെ വാല്യൂ ഇവിടെ വരെ കണ്ടുപിടിക്കുക. വേഗം ചെയ്തേ. ഇതല്ലേ ടൈം പീരീഡ് കണ്ടുപിടിക്കണ്ട, ടൈം പീരീഡ് കണ്ടുപിടിക്കാം. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ചാപ്റ്റർ ഒന്നുകൂടെ ബ്രീഫ് ചെയ്ത് പറയാം. പറഞ്ഞോടെ. ഓക്കെ.
കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് ബ്രീഫ് ചെയ്ത് പറയാട്ടോ ചാപ്റ്റർ. ഐഡിയ കിട്ടും. ഓക്കെ, അപ്പൊ ഒമേഗ ഈക്വൽ ടു റൂട്ട് ഓഫ് ജി ബൈ എൽ. ഇനി ഒമേഗയുടെ വേറൊരു ഇക്വേഷൻ കൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒമേഗ ഈക്വൽ ടു 2π/t. ഇത് പഠിച്ചിട്ടില്ലേ? 2π/t എവിടെ പഠിച്ചിട്ടുണ്ടായത്? ഉണ്ട്. ഓക്കെ, ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്ത് 2π/t ഈക്വൽ ടു റൂട്ട് ഓഫ് ജി ബൈ എൽ. ഇവിടെ നിന്ന് ടൈം പീരീഡ് t ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു റൂട്ട് ഓഫ് L/G. ഓക്കെ, ഇതാണ് ലാസ്റ്റ് ടോപ്പിക്. ഡിനോമിനേറ്റർ അല്ലേ, റെസിപ്രോക്കൽ എടുക്കും. വേഗം എഴുതിക്കേ, ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം ചാപ്റ്റർ. വേഗം എഴുത് എന്നിട്ട് ബ്രീഫ് ചെയ്ത് പറഞ്ഞുതരാം. കഴിഞ്ഞ അത് നേടാ. എഴുതി കഴിഞ്ഞ സയോൺ എഴുതി കഴിഞ്ഞ അജയ് എഴുതി കഴിഞ്ഞാടാ? അവന്തിക കഴിഞ്ഞ? എടാ വേറെ ആരാടാ തുളസി എന്ന് പറഞ്ഞ അക്കൗണ്ട്? ആ വേദാതി. ഓക്കെ ഓക്കെ, സൗണ്ട് കേട്ടപ്പോ എനിക്ക് തോന്നിയായിരുന്നു, ഒന്ന് കൺഫേം ചെയ്യാൻ ചോദിച്ചെന്നുള്ളൂ. ഓക്കെ, ശ്രദ്ധിച്ചടാ. ആകെ 5 പേരേ ഉള്ളൂ, ബാക്കിയുള്ളവർ ഇവിടെ ഇരിക്കണം, ഒന്ന് ശ്രദ്ധിക്കും. ഓക്കെ, ഇതോടെ പോർഷൻസ് കഴിഞ്ഞിട്ടുണ്ട് ഓസിലേഷൻ ചാപ്റ്റർ. അപ്പൊ പറയട്ടെ ഇനി 2 ചാപ്റ്റർ കൂടെ എടുത്ത് തീർക്കാനുണ്ട്. നിക്ക്, സിമ്പിൾ ചാപ്റ്റർ ആണ്, കറക്റ്റ് ആയിട്ട് പഠിച്ചു തീർക്കാൻ നോക്കുക. ബാക്കി ഓൺലൈനിലുള്ളവർ ആരും ഇല്ലായിരുന്നു എന്ന് എനിക്കറിയാം പോർഷൻ എടുത്തപ്പോ, എന്നാലും ഇത് എങ്ങനെയും പഠിച്ചോളണം. സിമ്പിൾ ചാപ്റ്റർ ആണ്, ജസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻസ് ഞാൻ ഇപ്പൊ പറയാം, അത് നോക്കി പഠിച്ചാൽ മതി. ഇത് മനസ്സിലായില്ല എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് ഇതൊന്നും എഴുതി കാണിക്കേണ്ടി വരും കേട്ടാ. തല കേട്ടുന്നവരും എല്ലാം എഴുതി കാണിക്കണേ. ടൈം പീരീഡ് ഓഫ് സിമ്പിൾ പെൻഡുലം ഇതും വരും. ഇത് ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് 4 മാർക്സിന് 2 ക്വസ്റ്റ്യൻ ആണ് പൊതുവെ വരാറ്. ഒരെണ്ണം ചോദിക്കുന്നത് ടൈം പീരീഡ് ഓഫ് സിമ്പിൾ പെൻഡുലം ആയിരിക്കും, ഇത് ചിലപ്പോൾ 3 മാർക്കിനായിരിക്കും. പിന്നെ വരുന്ന ക്വസ്റ്റ്യൻ ആണ് വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. അതാണ് ഞാൻ ഇപ്പൊ എഴുതി കാണിക്കണമെന്ന് പറഞ്ഞ് ഞാൻ കുറച്ചു നേരം ഇരുത്തിയത്, കാണിച്ചില്ല. അതാണ് പിന്നെ വരുന്ന ക്വസ്റ്റ്യൻ. അത് എന്തായാലും വരാറുണ്ട്.
ചിലപ്പോൾ ഇക്വേഷൻ തന്നിട്ട് നമ്മളോട് ഡിറൈവ് ചെയ്യാൻ പറയും. അതിൽ നിന്നായിരിക്കും പ്രോബ്ലംസും വരുന്നത്. അതുകൊണ്ട് ഈ രണ്ട് ഡെറിവേഷനും എന്തായാലും പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ, ഒരു പ്രോബ്ലം എഴുതിക്കും. ഇത് മനസ്സിലായാലും എങ്ങനെ ചെയ്യേണ്ടതെന്ന് t is equal to 2 pi into root of L by G. ഇക്വേഷൻ മറന്നു പോകില്ല എന്നറിയാം, എന്നാലും ഡെറിവേഷൻ ചെയ്യേണ്ട സ്റ്റെപ്പ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം? ഫസ്റ്റ് ഫിഗർ വരക്കാം. ഫിഗർ വരച്ചിട്ട് എന്ത് ചെയ്യണം? എം ജിനെ എന്ത് ചെയ്യുക? റിസോൾവ് ചെയ്ത് രണ്ട് കമ്പോണൻസ് ആക്കുക. ടെൻഷനെ ബാലൻസ് ചെയ്യുന്ന കമ്പോണന്റ് എന്താ? ടി ഈക്വൽ ടു എം ജി കോസ് തീറ്റ. അതുപോലെ ഫോഴ്സിനെ ബാലൻസ് ചെയ്യുന്ന കമ്പോണന്റ് എം ജി മൈനസ് എം ജി സൈൻ തീറ്റ. പിന്നെ ഓർത്ത് വെക്കേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് തീറ്റക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണത് ഓർക്കുക, ഒരു സ്റ്റെപ്പ്. പിന്നെ ഓർത്ത് വെക്കേണ്ടത് എവിടെ? ആക്സിലറേഷന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക, പിന്നെ ടൈം പീരീഡിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുക. ഓക്കെ, മറന്നു പോരുത്. ടൈപ്പ് ചെയ്യുമ്പോൾ കിട്ടും, പക്ഷെ പിന്നെ കിട്ടത്തില്ല. അതുകൊണ്ട് ചെയ്ത് നോക്കണേ. ഓക്കെ, ക്വസ്റ്റ്യൻ എഴുതിക്കോ. What is the length of the simple pendulum? What is the length of the simple pendulum? What is the length of the simple pendulum? Which ticks seconds? Which ticks? T-I-C-K-S. Which ticks seconds? True. What is the length of the simple pendulum which ticks seconds? ലെങ്ത് കണ്ടുപിടിക്കാനാ പറഞ്ഞേക്കുന്നത്. നമ്മൾ പഠിച്ചേക്കുന്ന ഇക്വേഷൻ ടൈം പീരീഡിന്റെ ഇക്വേഷനാ. അപ്പൊ എന്ത് ചെയ്യാ? ഇനി ഒന്ന് ശ്രദ്ധിച്ചേ. വിച്ച് ടിക്സ് സെക്കൻഡ്സ് എന്നാ പറഞ്ഞേക്കുന്നത്. സെക്കൻഡ് മീൻസ് 2 സെക്കൻഡ് എന്നാണ് ഉദ്ദേശിച്ചേക്കുന്നത് ക്വസ്റ്റ്യനിൽ. NCERT-യിലുള്ള ക്വസ്റ്റ്യൻ ആയത്. ഇത് വന്നിട്ടുണ്ട്. ഇത് ഒരു പാർട്ടായിട്ട് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. മനസ്സിലായ? വിച്ച് ടിക്സ് സെക്കൻഡ് എന്ന് ഉദ്ദേശിക്കുമ്പോഴത്തേക്കും സെക്കൻഡ് ടൈം എത്രയാണെന്നാ ഉദ്ദേശിച്ചേക്കുന്നത്? 2 സെക്കൻഡ് എന്നാ ഉദ്ദേശിച്ചേക്കുന്നത്. അതൊന്ന് എഴുതി വെച്ചോ. അത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, പക്ഷെ ക്വസ്റ്റ്യൻ അത് മനസ്സിലാവാത്ത ടൈപ്പാ കിടക്കുന്നത്. അതുകൊണ്ട് സെക്കൻഡ് എന്നാ ഉദ്ദേശിക്കുന്നത്. 2 സെക്കൻഡ് അങ്ങനെയാ ഉദ്ദേശിച്ചേക്കുന്നത്. പക്ഷെ ക്വസ്റ്റ്യൻ നമ്മൾ വായിക്കുന്ന രീതിക്ക് 1 സെക്കൻഡ് എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ വായിക്കണത്. മനസ്സിലായി? ഇങ്ങനെ സെക്കൻഡ് എന്നാ കിടക്കുന്നത്. അപ്പൊ t is equal to 2 സെക്കൻഡ്. അതൊന്ന് എഴുതി വെച്ചാൽ മതി. പിന്നെ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇവിടെ ടൈം പീരീഡ് അല്ല കണ്ടുപിടിക്കേണ്ടത്. എന്താ കണ്ടുപിടിക്കേണ്ടത്? ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. ടൈം പീരീഡിന്റെ ഇക്വേഷൻ ആണ് നമുക്ക് അറിയാവുന്നത്. t is equal to 2 pi into root of L by G. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. 9.8 മതി. ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. ലെങ്ത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? സ്ക്വയർ ചെയ്യുക. സ്ക്വയർ ചെയ്ത് കഴിഞ്ഞിട്ട് മാറ്റാൻ നോക്കുക. സ്ക്വയർ ചെയ്യുമ്പോ എങ്ങനെയായി? റൂട്ട് മാറ്റണ്ടേ? L by G. എന്നിട്ട് അതിൽ നിന്ന് L എടുത്തിട്ട് സോൾവ് ചെയ്യും. അത് ഇഷ്ടമുള്ള എടുത്തോ. ആൻസർ ആയാലും പയ്യായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ വേണ്ട, ക്യാൻസൽ ചെയ്യാനൊന്നുമില്ല.
1.1 0.9 സംതിങ് അല്ലേ വരുള്ളൂ. അപ്രോക്സിമേറ്റ്ലി 1 0.9 സംതിങ് ആയിരിക്കും വരാ അപ്രോക്സിമേറ്റ് ചെയ്ത്. നയൻ പോയിന്റ് എയ്റ്റ് എടുക്കണ എളുപ്പം. അപ്പൊ കുഴപ്പമില്ല. അപ്പൊ 0.9 അപ്രോക്സിമേറ്റ് ചെയ്താൽ മതി. ഇത് കിട്ടിയാ ലെങ്ത് മീറ്ററിലാക്കി എഴുതിയാൽ മതിയില്ലേ? സ്റ്റാൻഡേർഡ് യൂണിറ്റ്. നിമ്മല്ലേ അവിടെ പോയിട്ട് ഗൈഡ് എടുത്തിട്ട് വരുമോ? നമ്മൾ ചെയ്യണ പ്രോബ്ലം ചെയ്യണ ഗൈഡില്ലേ, അവിടെ ഉണ്ടാവും മറ്റേ കമ്പാനിയൻ ഫിസിക്സ് എന്ന് പറഞ്ഞു. അത് ചെയ്ത് നോക്ക്. 9.8 സംതിങ് വരും. ഞാൻ 22/7 എടുത്തോണ്ടായിരിക്കും ഞാൻ ചെയ്താ നോക്കിയത്. 9.8 സംതിങ്. പാർട്ട് 2 അല്ലേ? 1 മണിക്കേ വിടുള്ളൂ വിസ്മയ മോളെ. കുറച്ച് പ്രോബ്ലം കൂടെ ചെയ്യിപ്പിച്ചേക്കാം, എന്നിട്ട് നമുക്ക് അടുത്ത ചാപ്റ്ററിൽ കയറാം. അത് പറഞ്ഞുതരാം. അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോ. അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോട്ടെ. ഇത് കിട്ടിയായിരുന്നാ? ഓൺലൈനിലുള്ളവർക്ക് കിട്ടിയായിരുന്നോ ഇതിന്റെ ആൻസർ? 1 മീറ്റർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോ. എ പാർട്ടിക്കിൾ എക്സിക്യൂട്ടിംഗ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. എടാ എഴുതിക്കാൻ നിവേദേ. എ പാർട്ടിക്കിൾ എക്സിക്യൂട്ടിംഗ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. A particle executing simple harmonic motion
A particle executing simple harmonic motion with a time period of 4 seconds and amplitude 5 centimeter. Calculate the displacement, velocity. ഇതാണ് ഞാൻ പറഞ്ഞ ഡെറിവേഷൻ എഴുതി പഠിക്കണമായിരുന്നു നേരത്തെ. കണ്ട ക്വസ്റ്റ്യൻ വരുന്ന ഇതിന്നായിരിക്കും. മതി, അറിയുമെങ്കിൽ നല്ലതല്ലേ. അപ്പൊ അതല്ലേ നിവർത്തിയുള്ളൂ, പഠിച്ചിട്ടില്ലല്ലോ. Calculate the displacement, velocity and acceleration of the particle. After 1 second, starting from the mean position. A simple question ആണ്, പക്ഷെ ഫോർമുല അറിയില്ലെങ്കിൽ തെറ്റിപ്പോവും കേട്ടോ. ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? A particle executing simple harmonic motion given by with a time period of 4 seconds. ടൈം പീരീഡ് നമുക്ക് തന്നിട്ടുണ്ട്. ടൈം പീരീഡ് t is equal to 4 seconds. ടൈം പീരീഡ് തന്നിട്ടുണ്ട്. പിന്നെ ആംപ്ലിറ്റ്യൂഡ് തന്നേക്കുന്നത് എത്ര? ആംപ്ലിറ്റ്യൂഡ് ഈക്വൽ ടു 5 centimeter. Calculate the displacement, velocity and acceleration of the particle after 1 second starting from the mean position. ഓക്കെ, അപ്പൊ ടൈം തന്നിട്ടുണ്ട്, 1 സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ആക്സിലറേഷൻ. അപ്പൊ ഫസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡിസ്പ്ലേസ്മെന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിലുള്ള ഇക്വേഷൻ ഏതാ? ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എ സിമ്പിൾ ഹാർമോണിക് മോഷൻ. y ഈക്വൽ ടു a, y is equal to a sin ay is equal to a sin omega t. y is equal to a sin omega t. ഓക്കെ, ഇതിൽ നിന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി എന്തൊക്കെ തന്നിട്ടുണ്ട്? നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കാം. എന്തൊക്കെ ക്വാണ്ടിറ്റീസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്? ഇവിടെ എല്ലാം തന്നിട്ടുണ്ട്. എയുടെ വാല്യൂ എത്ര? ആംപ്ലിറ്റ്യൂഡ്. അതായത് ഇക്വേഷൻ അറിഞ്ഞില്ലെങ്കിൽ തെറ്റിപ്പോവട്ടാ. ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കണം. തന്നിരിക്കുന്ന ക്വാണ്ടിറ്റീസ് ആദ്യം എടുത്ത് എഴുതി. എന്തൊക്കെയാ തന്നിരിക്കുന്നത് അത് ഡയറക്റ്റ് എടുത്ത് എഴുതി. കൺഫ്യൂസിങ് ആക്കുന്ന ഒരു തരം സംഭവം ഇവിടെ പറഞ്ഞിട്ടില്ല, എല്ലാം ഡയറക്റ്റാ. എ സൈൻ ഒമേഗ ടി, എയുടെ വാല്യൂ തന്നിട്ടുണ്ട്, ആംപ്ലിറ്റ്യൂഡ് തന്നിട്ടുണ്ട്, സൈൻ ഒമേഗ ടി എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ടി, ഈ ടി എന്താ ഉദ്ദേശിച്ചേക്കുന്നത്? 1 സെക്കൻഡ്, അത് തന്നിട്ടുണ്ട്. ടൈം പീരീഡ് 4 സെക്കൻഡ് ആന്ന് പറഞ്ഞിട്ടുണ്ട്. ഒമേഗ നമുക്ക് തന്നിട്ടില്ല. അപ്പൊ ഒമേഗനെ ടൈം പീരീഡിനെ റിലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഇപ്പൊ ഞാൻ പഠിപ്പിച്ചപ്പോ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടും. അത് ഒമേഗ ഈക്വൽ ടു 2π/t. അപ്പൊ അത് അവിടെ ഒമേഗക്ക് വരെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക? 2π/t സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ എന്താ ആൻസർ കിട്ടും? y കിട്ടും. y കിട്ടിയിട്ടുണ്ടെങ്കിൽ നിക്ക്, എഴുതല്ലേ, ഡിസ്പ്ലേസ്മെന്റ് ആയി. ഇനി വെലോസിറ്റിയുടെ ഇക്വേഷൻ നമ്മൾ എന്താ പഠിച്ചേ? വെലോസിറ്റി v is equal to a omega cos omega t ഒരു ഫോം പഠിച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു ഫോം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേതാ പഠിച്ചേക്കുന്നത്? ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. എല്ലാം തന്നിട്ടില്ലേ? ഡയറക്റ്റ് കണ്ടുപിടിച്ചാൽ പോരെ ഇതും. വൈ സ്ക്വയർ എവിടെ നിന്ന് കിട്ടും? ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിച്ചുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുമായി. പിന്നെ ആക്സിലറേഷൻ a is equal to ഒമേഗ സ്ക്വയർ y. നിങ്ങൾ എക്സ് എന്നാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ത്രൂ ഔട്ട് എക്സ് എടുക്കുക, വൈ എന്നാണെങ്കിൽ ത്രൂ ഔട്ട് വൈ തന്നെ പറയാം. ഓക്കെ, ഇതിപ്പോ എവിടെ നിന്ന് മനസ്സിലായോ? കുറച്ചു മുമ്പ് ഞാൻ എഴുതി കാണിച്ചില്ലേ? a is equal to ഒമേഗ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞ് എഴുതി കാണിച്ചില്ല? അത് തന്നെ. ഓക്കെ, ഒന്നുകൂടെ ഞാൻ പറയാം, ശ്രദ്ധിച്ചോ. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിക്കേ. ക്വസ്റ്റ്യൻ വായിക്കേ, നിങ്ങളെ മനസ്സിലായെങ്കിൽ ചെയ്തു. നീ ഏത് ക്വസ്റ്റ്യൻ വായിച്ചാ ഞാൻ പറഞ്ഞുതരാം ഒന്നുകൂടി വേഗം. ക്വസ്റ്റ്യൻ വായിച്ചാ? അതിലെന്താ പറഞ്ഞേക്കുന്നത്? ഒരു പാർട്ടിക്കിളിന്റെ ടൈം പീരീഡ് നമുക്ക് തന്നിട്ടുണ്ട്. ശ്രദ്ധിക്കുക. മനസ്സിലായവര് ചെയ്തോ? നിവേദന നീ ഇവിടെ ശ്രദ്ധിക്കുക. ഓൺലൈനിൽ ഇരിക്കുന്നവർക്ക് ക്വസ്റ്റ്യൻ എഴുതി കംപ്ലീറ്റ് ചെയ്തായിരുന്ന?
സയോൺ, അവന്തിക, അജയ്, വേദാതി, ആരെങ്കിലും റെസ്പോണ്ട് ചെയ്യും. ഓക്കെ, ഇനി ശ്രദ്ധിച്ചോ. അപ്പൊ നമുക്ക് ടൈം പീരീഡ് തന്നിട്ടുണ്ട്. ടൈം പീരീഡ് ഓഫ് സിമ്പിൾ പെൻഡ് അല്ല സിമ്പിൾ ഹാർമോണിക് മോഷൻ 4 സെക്കൻഡ് ആണെന്ന് തന്നു. പിന്നെ ആംപ്ലിറ്റ്യൂഡും തന്നിട്ടുണ്ട് 5 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. പിന്നെ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് ആക്സിലറേഷൻ ആഫ്റ്റർ 1 സെക്കൻഡ് എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ ടൈം തന്നേക്കുന്ന 1 സെക്കൻഡ് എന്നും തന്നിട്ടുണ്ട്. ഓക്കെ, ഇതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കാം? ശ്രദ്ധിച്ചേ, ഇതിൽ നിന്ന് നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കണം, വെലോസിറ്റി കണ്ടുപിടിക്കണം, ആക്സിലറേഷൻ കണ്ടുപിടിക്കണം. ടൈം പീരീഡ്, അത് ടൈം പീരീഡ് 4 സെക്കൻഡ് എന്ന് തന്നേക്കുന്നത്. ഏതാ? ഒമേഗ ഈക്വൽ ടു 2π/t. അവിടെ എടുക്കേണ്ട ടി ആണ് ക്യാപിറ്റൽ ടി തന്നേക്കുന്നത്. ഓക്കെ ഓക്കെ, ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷൻ y is equal to a sin omega t. ഓക്കെ, സൈന്റെ വാല്യൂ ഇല്ല, സൈന്റെ വാല്യൂ വെച്ച് കണ്ടുപിടിക്കാൻ പറ്റില്ലേ? ക്യാൻസൽ ചെയ്ത് കളയാൻ എന്തോ പറ്റത്തില്ലേ? നോക്കട്ടെ, ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് സോൾവ് ചെയ്യട്ടെ, ഒരു മിനിറ്റ്. ഓക്കെ, y is equal to a sin omega t. വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്താ തന്നേക്കുന്നത്? വെലോസിറ്റി ഇവിടെ പറഞ്ഞതാണല്ല. വെലോസിറ്റി ഒമേഗ ഈക്വൽ ടു റൂട്ട് ഓഫ് a സ്ക്വയർ മൈനസ് y സ്ക്വയർ. ആക്സിലറേഷൻ കോസിന്റെ ടേംസിൽ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാട്ടോ. കോസിന്റെ ടേംസിൽ എടുത്തിട്ടില്ല ഞാൻ. കോസിന്റെ ടേംസാ, ഞാൻ ആ സൈനിന്റെ ടേംസിൽ പറഞ്ഞു പോയി. ഓക്കെ, കോസിന്റെ ടേംസിൽ ചെയ്യണമെങ്കിൽ ചെയ്യാം, പ്രശ്നമില്ല. കോസിന്റെ ടേംസ് ആകുമെങ്കിൽ ത്രൂ ഔട്ട് അത് കോസ് ആക്കി എടുക്കേണ്ടി വരും. അതുപോലെ വൈയുടെ പ്ലേസിൽ എക്സും കൊടുക്കേണ്ടി വരും. അപ്പൊ സൈൻ ആണെങ്കിൽ സൈൻ. ഓക്കെ, സോൾവ് ചെയ്തു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സബ്സ്റ്റിറ്റ്യൂട്ട് എന്താ പണിയാവണത്? 1.57 അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. 5 ഇൻറ്റു സൈൻ π/2 അല്ലേ വന്നത്? അതിനെന്താ പ്രശ്നം നോക്കട്ടെ. 90 അല്ലേ π/2? ക്യാൻസൽ ചെയ്ത് കളാ. 2π/t എന്നല്ലേ കിടക്കണത്, അതിനങ്ങ് ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ π/2 ആയില്ലേ? വേണ്ട, ഇതിലൊക്കെ തന്നിരിക്കുന്ന അങ്ങനെ തന്നെ ആക്കിയാലും മതി, പ്രശ്നമില്ല. ഇതിനും മറ്റേ യൂണിറ്റിന്റെ ഇതിൽ പോത്തൊന്നുമില്ല. അത് മറ്റേ ചാപ്റ്ററിലൊക്കെ അങ്ങനെ പോകും. 2π/t. ടിക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്ക്. ടി എത്ര? 4. എന്നിട്ട് 2ഉം 4ഉം കൂടെ കട്ട് ചെയ്യുക. 1. അതൊക്കെ ചോദിക്കല്ലേ, എന്താടാ? y is equal to a sin omega t ക്ക് വരെ എന്ത് കൊടുക്കുക? 2π/4 ഇൻറ്റു ടി. ടിയുടെ വാല്യൂ എത്ര? സ്മോൾ ടി 1. മനസ്സിലായോ? ഇനി ഇത് ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായി? 5 sin π/2 ഇൻറ്റു 1. sin π/2 90. 1. അപ്പൊ എത്രയായി? 5 സെന്റിമീറ്റർ തന്നെ. പിന്നെ വെലോസിറ്റി കണ്ടുപിടിക്കുമ്പോൾ v is equal to ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് a സ്ക്വയർ മൈനസ് y സ്ക്വയർ. അത് ആ സ്റ്റെപ്പിൽ തന്നെ ആൻസർ പോയി. y ഈക്വൽ ടു 5ന്റെ സ്ക്വയർ എത്ര? 25 മൈനസ് ഇതിന്റെ വാല്യൂ എത്ര? 5 തന്നെയല്ലേ? അപ്പൊ തന്നെ അത് എന്തായി പോയി? 0 ആയിപ്പോയി. വെലോസിറ്റിയുടെ വാല്യൂ സ്റ്റെപ്പിൽ തന്നെ നമുക്ക് പറയാം 0 ആയി. കിട്ടിയ എവിടെ ഞാൻ പറഞ്ഞിരുന്നു. വെലോസിറ്റി 0. സന്തോഷമല്ലേ അത് കണ്ടപ്പോ? മനസ്സിലായോ എങ്ങനെ വന്നെന്ന്? അതാ പറഞ്ഞ ശ്രദ്ധിച്ചിരിക്കുന്നു. ക്വസ്റ്റ്യൻ മനസ്സിലായ? കണ്ട, കാണുന്ന പോലെ ഒന്നുമില്ല. ഇക്വേഷൻ അറിയാമെങ്കിൽ, ഈ 3 ഇക്വേഷൻ അറിയാമെങ്കിൽ നമുക്ക് ഈ ചാപ്റ്റർ ഏകദേശം സോൾവ് ചെയ്യാൻ പറ്റും. ടൈം പീരീഡ് തന്നിരിക്കുന്ന ക്വാണ്ടിറ്റീസ് ഒന്നും അറിയില്ലെങ്കിൽ, ക്വസ്റ്റ്യൻ ഒന്നും മനസ്സിലായില്ലെങ്കിൽ തന്നിരിക്കുന്ന ക്വാണ്ടിറ്റീസ് ആദ്യം എടുത്ത് എഴുതി വെക്കുക. ഇവിടെ എല്ലാം കറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. ടൈം പീരീഡ് 4 സെക്കൻഡ്, ആംപ്ലിറ്റ്യൂഡ് 5 സെന്റിമീറ്റർ, ടൈം 1 സെക്കൻഡ്, ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം? നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാം. y is equal to a sin omega t. ഓക്കെ, എയുടെ വാല്യൂ എത്ര? y is equal to എയുടെ വാല്യൂ എത്ര? ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് 5 ഇൻറ്റു സൈൻ ഒമേഗ. ഒമേഗ തന്നിട്ടില്ല, പക്ഷെ നമുക്ക് ഒമേഗേനെയും ടൈം പീരീഡിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ അറിയാം. ഒമേഗ ഈക്വൽ ടു 2π/t. അപ്പൊ അവിടെ എന്ത് ചെയ്യുക? അതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2π/t ഇൻറ്റു ടി. y is equal to 5 ഇൻറ്റു സൈൻ 2π/t. യുടെ വാല്യൂ എത്ര? നോക്കി പറഞ്ഞേ, ടിയുടെ വാല്യൂ എത്രടാ? 4 സെക്കൻഡ്. അപ്പൊ 4 ഇൻറ്റു ടിയുടെ വാല്യൂ 1. ഇത് രണ്ടും ക്യാൻസൽ ചെയ്യാം. അപ്പൊ എന്താ? y is equal to 5 sin π/2 ഇൻറ്റു 1. sin π/2 എന്ന് പറഞ്ഞാൽ എത്രയായി? sin 90.
sin 90 വാല്യൂ എത്ര 1. അപ്പൊ 5 in y equal to 5 into 1. അപ്പൊ y യുടെ വാല്യൂ എത്ര കിട്ടി 5 സെന്റിമീറ്റർ. ഇനി എന്ത് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് വെലോസിറ്റി കണ്ടുപിടിക്കുക. വെലോസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ v is equal to omega into root of a square minus y square. v is equal to ഒമേഗക്ക് നമുക്ക് വാല്യൂ തന്നിട്ടില്ല, പക്ഷെ ടൈം പീരീഡിന് ഒമേഗ. അപ്പൊ ഒമേഗ തന്നിട്ടില്ലെങ്കിൽ ഉടനെ എന്താ ആലോചിക്കുക, ടൈം പീരീഡ് തന്നിട്ടുണ്ടാവുക, അത് ആലോചിക്കുക. അപ്പൊ 2π/t into root of a square. a സ്ക്വയറിന്റെ വാല്യൂ എത്ര, എയുടെ വാല്യൂ എത്ര 5. a സ്ക്വയർ 5 സ്ക്വയർ മൈനസ് y സ്ക്വയറിന്റെ വാല്യൂ എത്ര y 5. അപ്പൊ തന്നെ അത് എന്തായി പോയി, 0 ആയി പോയി. അപ്പൊ v is equal to 0. ഇനി ആക്സിലറേഷൻ കണ്ടുപിടിച്ച a is equal to omega square y. വേഗം കണ്ടുപിടിക്കുക. Five by 4 pi square. ചെറുതാക്കിയിട്ടില്ല, വേണമെങ്കിൽ ആക്കിക്കോ. ആക്കിയെന്നും പറഞ്ഞ മാർക്ക് കളയൊന്നുമില്ല, കുഴപ്പമില്ല, ആക്കിയാലും നല്ലത്. തരാട്ടോ, ഇല്ല തരാം എനിക്ക്. ഓക്കെ, കഴിഞ്ഞല്ലേ അത്? ഞാൻ ആൻസർ എഴുതിക്കോട്ടെ, ഇവർക്ക് കിട്ടത്തില്ല. ഓക്കെ, ശ്രദ്ധിച്ചോട്ടാ. ഡിസ്പ്ലേസ്മെന്റ് y is equal to, ഓൺലൈനിൽ ഇരിക്കുന്നവർ ശ്രദ്ധിക്കുക, ബാക്കി ഇവർക്ക് ആൻസർ കിട്ടിയതാ. ശ്രദ്ധിച്ചോ, y is equal to a sin omega t. ഓക്കെ, എയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. എയുടെ വാല്യൂ എത്രയാണെന്നാ തന്നേക്കുന്നത്, പറഞ്ഞ് ക്യാമറ ഓൺ ചെയ്ത് വെച്ചേ. എയുടെ വാല്യൂ എത്രയാണെന്നാ പറഞ്ഞേക്കുന്നത് 5 into സൈൻ. ഒമേഗയുടെ വാല്യൂ ഒന്നും നമുക്ക് തന്നിട്ടില്ല, പക്ഷെ ഒമേഗനെയും ടൈം പീരീഡിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒമേഗ ഈക്വൽ ടു 2π/t എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക, അതിനോടൊന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. a sin 2π/t into t. ടൈം നമുക്ക് തന്നിട്ടുണ്ട് 1 സെക്കൻഡ്, അപ്പൊ into 1. അപ്പൊ y is equal to 5 sin 2π/ ടൈം പീരീഡ്. അത് ഒമേഗനെ ആലോചിക്കുക, ബാക്കി എല്ലാം ഡയറക്റ്റ് ആണ്, ഒമേഗ മാത്രം നമുക്ക് തന്നിട്ടില്ല. അപ്പൊ ഒമേഗനെയും ടൈം പീരീഡിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ കൊണ്ടുവന്ന് എഴുതുക. 2π/4 into 1. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞപ്പോ എന്ത് കിട്ടി, y is equal to 5 sin π/2 into 1. sin π/2 എന്ന് പറഞ്ഞാൽ എത്ര, sin 90. sin 90 1 ആയി. അപ്പൊ y യുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടി, y is equal to 5 സെന്റിമീറ്റർ. ഇനി അടുത്തത് കണ്ടുപിടിക്കേണ്ടത് വെലോസിറ്റി. വെലോസിറ്റി കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ വെലോസിറ്റി v is equal to omega into root of a square minus y square. സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുക. ഒമേഗക്ക് എന്ത് ചെയ്യുക, സെയിം പ്രോസസ്. അതുപോലെ തന്നെ 2π/t into root of a square. എയുടെ വാല്യൂ 5 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ 5 square minus 5 square. ഡിസ്പ്ലേസ്മെന്റ് കിട്ടിയതും 5 തന്നെ. അപ്പൊ 5 square minus 5 square. അപ്പൊ തന്നെ അത് എന്തായി പോയി, 25 minus 25 0 ആയിട്ടുണ്ട്. അപ്പൊ വെലോസിറ്റി v equal to 0. ഇനി ആക്സിലറേഷൻ. ആക്സിലറേഷൻ a is equal to omega square y. അതാണ് ഇക്വേഷൻ. ഈ ഇക്വേഷൻ ഒക്കെ ഒന്ന് ബോക്സ് ചെയ്തിട്ടേക്കണം കേട്ടോ. ഇപ്പൊ എഴുതിയവരാ ഇക്വേഷൻ ഒന്ന് ബോക്സ് ചെയ്തിട്ടേ, അപ്പൊ നമുക്ക് അടുത്തത് ചെയ്യുമ്പോൾ അത് ഈസി ആവും. ഡെറിവേഷൻ പഠിച്ചിട്ടില്ലെങ്കിലും പ്രോബ്ലം ചെയ്യാൻ പറ്റും ഇക്വേഷൻ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പൊ a is equal to omega square y. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ഒമേഗക്ക് എന്ത് തന്നെ കൊടുക്കുക, 2π/t തന്നെ കൊടുക്കുക. 2π/t സ്ക്വയർ ഇൻറ്റു y. അപ്പൊ a is equal to 4π square t square into y. a is equal to 4π square by t square 16 into 5. a is equal to 20π square by 60. a is equal to 5/4 pi square
cm/s². കാണാൻ പറ്റുന്നുണ്ടോ? വേദ കാണാൻ പറ്റുന്നുണ്ടോടാ? സയോൺ ഉറങ്ങിപ്പോയാ? സൗണ്ട് ഒന്നും കേൾക്കണില്ലല്ലോ. ഗെയിം കളിക്കണാണോ നീ? ഇടക്കൊന്ന് ക്യാമറ ഓൺ ചെയ്ത് ഞാൻ ഉണ്ടാന്ന് നോക്കണ്ടേ അവിടെ? എന്ത് ടൗൺ ഹാളോ? ഇല്ല, കൊച്ചിനെ പഠിക്കാനായിട്ട് സ്പെക്ട് ഒക്കെ വെച്ചിരിക്കണേ. ഇല്ല, നീ ഇടക്കിടക്ക് ക്യാമറ ഓൺ ചെയ്ത് വെക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ വിചാരിക്കും ഗെയിം കളിക്കണമെന്ന്. അപ്പൊ ചിലപ്പോ എന്നെ മുമ്പിരുന്നവൻ ഗെയിം കളിക്കും. എടാ, എന്നാലും നമുക്ക് ജസ്റ്റ് അവിടെ ഉണ്ടെന്നെങ്കിലും ഒന്ന് മനസ്സിലാക്കാമല്ലോ ക്യാമറ ഓൺ ചെയ്ത് വെക്കുമ്പോ. ഹരി വീട്ടിൽ പോയില്ല. അവനുണ്ടട്ടാ. അത് ഓഫാക്കിയ വേറെ ഉണ്ടാവില്ല. എടാ, അടുത്ത ക്വസ്റ്റ്യൻ എന്റെ ഹെൽപ്പ് ഇല്ലാതെ ചെയ്യണോട്ടെ. ഇപ്പൊ മനസ്സിലായില്ലേ നിവേദിനി? ഈ ക്വസ്റ്റ്യൻ മനസ്സിലായ എങ്ങനെ ചെയ്തേന്ന്? എടാ ഓൺ ചെയ്യടാ. ഇല്ല, അത് ഓണാവില്ല. എടാ ചെയ്തേ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ഇത് മനസ്സിലായ എങ്ങനെയാ ചെയ്തത്? ഈ ക്വസ്റ്റ്യൻ മനസ്സിലായ ചെയ്തത്? ആ ഫോർമുലാസ് ഒന്ന് പറഞ്ഞേ, എല്ലാരും പറയും. വിത്തൗട്ട് തുടങ്ങിക്കേ, വേഗം പറഞ്ഞേ. ഡിസ്പ്ലേസ്മെന്റിന്റെ ഫോർമുല പറയും. ഒമേഗ ടി. ആ, അടുത്തത് വെലോസിറ്റി. നീ പറയല്ലേ, എനിക്ക് കേൾക്കാൻ പറ്റും. v is equal to -y². ആക്സിലറേഷൻ തെറ്റുണ്ടോ എന്തെങ്കിലും? കറക്റ്റ് ആണ്, ഞാൻ ചോദിച്ചത് പറയുന്നു. ശരിയാണ് അല്ലേ? കൺഫ്യൂഷൻ എന്താണ്? അത് പഠിച്ചു കഴിഞ്ഞതല്ലേ. ഇനി വിമല് പറഞ്ഞടാ. നിവേദ് ആക്സിലറേഷന്റെ ഫോർമുല പറഞ്ഞാടാ നിവേദ്. ഡിസ്പ്ലേസ്മെന്റ് വേഗം പഠിക്കും. നീ പഠിച്ച ഞാൻ തുടങ്ങില്ല, വേഗം പഠിക്കും. ഡബ്ല്യു ഒന്നുമില്ല. ഒമേഗ വിസ്മയ പറഞ്ഞേ എല്ലാം. ഇവരെല്ലാരും 3 പറഞ്ഞു. എടാ വിമല ലൈറ്റ് ഓൺ ചെയ്തേ. സയോൺ പറഞ്ഞ അടുത്തത്. സയോൺ വേഗം പറയും. ഡിസ്പ്ലേസ്മെന്റിന്റെ സിമ്പിൾ ഹാർമോണിക് മോഷൻ മിണ്ടല്ലേ. സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷൻ പറഞ്ഞേ. y is equal to, ശ്രദ്ധിച്ചിട്ടില്ല നീ, വെറുതെ ഇരിക്കണായിരുന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് പറയായിരുന്നു. ഇപ്പൊ പറയടാ. ബോർഡിൽ ഞാൻ എഴുതിയിട്ടേക്കണം, എന്നിട്ട് കൂടി അവന് പറയാൻ പറ്റില്ല എന്ന് പറയുമ്പോ നീ അവിടെ നിന്ന് ഗെയിം കളിക്കണായിരുന്നു അല്ലേടാ? എന്നാ പറ, ഡിസ്പ്ലേസ്മെന്റ് വേണ്ട, എന്നാ വെലോസിറ്റി പറ. ആക്സിലറേഷൻ പറഞ്ഞേ. ആ
ശ്രദ്ധിക്കണില്ല, നിന്റെ ക്യാമറ ഓഫ് ആയാലായിരിക്കോട്ടെ. ഇനി അജയ് പറഞ്ഞേടാ ഡിസ്പ്ലേസ്മെന്റിന്റെ ഫോർമുല പറഞ്ഞേ. അവനും പോയി. ഷയോൺ അവിടെ ഇരുന്നോ ക്യാമറ ഓൺ ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കേ. ഇടക്കിടക്ക് ഞാൻ ചോദിക്കോട്ടാ. ഇല്ല ഇല്ല ഇല്ല, ആകെ 2 ക്വസ്റ്റ്യൻ ഞാൻ ജയിപ്പിച്ചുള്ളൂ. ശരി, ഒരു ക്വസ്റ്റ്യൻ കൂടെ കഴിഞ്ഞിട്ട് ബ്രേക്ക് തരാം. ഓക്കെ, വേഗം എഴുതിക്കോ. എ പാർട്ടിക്കിൾ എക്സിക്യൂട്ട്സ്. എടാ ലൈറ്റ് ഓൺ ചെയ്യടാ. എ പാർട്ടിക്കിൾ എക്സിക്യൂട്ട്സ്. A particle executes simple harmonic motion. കാണാൻ പറ്റുന്നുണ്ടോ എഴുതുന്നത്? അവിടെ നിങ്ങക്ക് സ്വന്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ടോന്ന് ചോദിച്ചതാ. A particle executes simple harmonic motion of amplitude. A particle executes simple harmonic motion of amplitude 30 centimeter 30 centimeter and time period 4 seconds. Time period 4 seconds. How much is the minimum time? Required for the particle? How much is the minimum time required for the particle? How much is the minimum time required for the particle to move from mean position to a point 15 centimeter? കണ്ടുപിടിച്ചേ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണത്. എ പാർട്ടിക്കിൾ എക്സിക്യൂട്ട് സിമ്പിൾ ഹാർമോണിക് മോഷൻ ഓഫ് ആംപ്ലിറ്റ്യൂഡ് 30 സെന്റിമീറ്റർ. അപ്പൊ തന്നിരിക്കുന്ന ഈ ക്വസ്റ്റ്യൻ ചെയ്യണം, നിങ്ങൾ തന്നെ ചെയ്യണം. ആംപ്ലിറ്റ്യൂഡ് എത്രയാണെന്ന് തന്നിരിക്കുന്നത്? വിസ്മയ, ആംപ്ലിറ്റ്യൂഡ് എത്രയാ തന്നിരിക്കുന്നത്? 30 സെക്കൻഡ്. ടൈം പീരീഡ് എത്രയാ തന്നേക്കുന്നത്? നിവേദ 4 സെക്കൻഡ്. അപ്പൊ നമുക്ക് എയുടെ വാല്യൂ കിട്ടിയിട്ടുണ്ട്, ടിയുടെ വാല്യൂ തന്നിട്ടുണ്ട്. ഇനി കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് എന്താ? ഹൗ മച്ച് ഇസ് ദ മിനിമം ടൈം റിക്വയർഡ് ഫോർ ദ പാർട്ടിക്കിൾ ടു മൂവ് ഫ്രം മീൻ പൊസിഷൻ ടു എ പോയിന്റ് ഓഫ് 15 സെന്റിമീറ്റർ. അതായത് ടൈം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഹൗ മച്ച് ഇസ് ദ ടൈം റിക്വയർഡ് ഫോർ ദ പാർട്ടിക്കിൾ ടു മൂവ് ഫ്രം മീൻ പൊസിഷൻ. മീൻ പൊസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ സിമ്പിൾ പെൻഡുലം ഓസിലേറ്റ് ചെയ്യാന്ന് വിചാരിക്കുക. സിമ്പിൾ പെൻഡുലത്തിന്റെ മോഷൻ നമുക്ക് എന്ത് മോഷനായിട്ട് കൺസിഡർ ചെയ്യാമോ നമ്മൾ പറഞ്ഞത്? സിമ്പിൾ ഹാർമോണിക് മോഷനായിട്ട് കൺസിഡർ ചെയ്യാം. വേറെ പല ടൈപ്പ് ഓഫ് മോഷന് നമുക്ക് സിമ്പിൾ ഹാർമോണിക് മോഷനായിട്ട് കൺസിഡർ ചെയ്യാം. പക്ഷെ കണ്ടീഷൻസ് എന്തൊക്കെയാ വേണ്ടത്? ഒരു മോഷൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഉള്ള കണ്ടീഷൻസ് എന്തൊക്കെയാ? What are the conditions? Force directly proportional to displacement അല്ലെങ്കിൽ restoring force. എങ്ങനെ നമുക്ക് പറയാം? കറക്റ്റ് ആയിട്ട് പറഞ്ഞേ. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഞാൻ എഴുതി തന്നിട്ടുള്ളതല്ലേ. Restoring force is directly proportional to displacement. പിന്നെ ഒരെണ്ണം കൂടെ പറഞ്ഞേ, ഒരു പോയിന്റ് കൂടെ ഞാൻ പറഞ്ഞായിരുന്നു. എന്ത് ഡയറക്ഷൻ അത്? സെയിം ഡയറക്ഷൻ ആണോ രണ്ടും? ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പൊ ഈ കണ്ടീഷനിൽ വരുന്ന എല്ലാ ഫോഴ്സും നമ്മളിപ്പോ സിമ്പിൾ ഹാർമോണിക് മോഷൻ അല്ലെങ്കിൽ സിമ്പിൾ പെൻഡുലത്തിന്റെ മോഷൻ നമ്മൾ സിമ്പിൾ ഹാർമോണിക് ആണെന്ന് പറയണമെന്നുണ്ടെങ്കിലുള്ള കണ്ടീഷൻ ഇതാണ്. മനസ്സിലായ? നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് നോക്കിക്കേ, നമ്മൾ ഇവിടെ നിന്ന് ഒരു ഫോഴ്സ് ഇങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇപ്പുറത്തേക്ക് എന്തുണ്ടാവുന്നു? റീസ്റ്റോറിംഗ് ഫോഴ്സ് ഉണ്ടാവും. ദാറ്റ് റീസ്റ്റോറിംഗ് ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താ? ഡിസ്പ്ലേസ്മെന്റ് ആണ്. അതുപോലെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എല്ലാ മോഷനെയും നമുക്ക് എന്തായിട്ട് പറയാൻ പറ്റും? സിമ്പിൾ ഹാർമോണിക് മോഷൻ ആയിട്ട് പറയാൻ പറ്റും. അപ്പൊ ഇവരിവിടെ പറഞ്ഞിരിക്കുന്നത്, ഇപ്പൊ നമുക്കൊരു സിമ്പിൾ ഹാർമോണിക് മോഷൻ കൺസിഡർ ചെയ്യാം. അതിന്റെ ആംപ്ലിറ്റ്യൂഡ് തന്നിട്ടുണ്ട്, ടൈം പീരീഡും തന്നിട്ടുണ്ട്. ഹൗ മച്ച് ഇസ് ദ ടൈം റിക്വയർഡ് ഫോർ ദ പാർട്ടിക്കിൾ ടു മൂവ് ഫ്രം മീൻ പൊസിഷൻ ടു എ പോയിന്റ് ഓഫ് 50 സെന്റിമീറ്റർ. അപ്പൊ മീൻ പൊസിഷൻ എന്ന് പറയുമ്പോൾ ഏതായിരിക്കും മീൻ പൊസിഷൻ? ഇപ്പൊ ഇതാണ് മീൻ പൊസിഷൻ എന്ന് വിചാരിക്കാം. അപ്പൊ ഒരു പാർട്ടിക്കിളിന് മീൻ പൊസിഷനിൽ നിന്ന്, ശ്രദ്ധിച്ചേ, മീൻ പൊസിഷനിൽ നിന്ന് ടു എ പോയിന്റ് ഓഫ് 15 സെന്റിമീറ്റർ എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഈ പാർട്ടിക്കിള് ഇവിടെ നോക്ക്, ക്വസ്റ്റ്യൻ പറയുന്ന നോക്ക്, ഇതാണ് മീൻ പൊസിഷൻ. മീമൽ ശ്രദ്ധിച്ചേ, മീൻ പൊസിഷനിൽ നിന്ന് ഒരു പോയിന്റ് വന്നിട്ടുണ്ട്, 15 സെന്റിമീറ്റർ ദൂരമായിട്ട് ഒരു പോയിന്റ് വന്നിട്ടുണ്ട്. ആ പോയിന്റിലേക്ക് ഇവിടെ നിന്ന് പാർട്ടിക്കിളിന് അവിടെ വരെ ട്രാവൽ ചെയ്യാൻ വേണ്ടി എത്ര ടൈം എടുക്കും?
അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായ? ഇപ്പൊ സിമ്പിൾ ഹാർമോണി ഇപ്പൊ ഞാനിപ്പോ ഫോർ എക്സാമ്പിൾ പറഞ്ഞത് പെൻഡുലത്തിന്റെ മോഷനാണ് ഞാനിപ്പോ കാണിച്ചു പറഞ്ഞു തന്നത്. അപ്പൊ മീൻ പൊസിഷൻ ഇതാണെന്ന് വിചാരിക്കുക. മീൻ പൊസിഷനിൽ നിൽക്കുന്ന പാർട്ടിക്കിൾ ഇപ്പൊ ഇതാണ് പാർട്ടിക്കിൾ എന്ന് വിചാരിക്കുക. ഈ പാർട്ടിക്കിളിന് ഒരു 15 സെന്റിമീറ്റർ വരെ പോകണം. ഇവിടെ നിന്ന് അവിടെ വരെ പോകാൻ വേണ്ടി നമ്മൾ സാധാരണ മോഷന്റെ കേസ് പറയില്ലേ, അതുപോലെ തന്നെ ഇപ്പൊ മീൻ പൊസിഷനിൽ നിന്ന് ഇവിടെ നിന്ന് അവിടെ വരെ എനിക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടി എത്ര ടൈം വേണം, അത് തന്നെ ഇവിടെയും കണ്ടുപിടിക്കേണ്ട. മീൻ പൊസിഷനിൽ നിന്ന് അവിടെ വരെ 15 സെന്റിമീറ്റർ വരെ ട്രാവൽ ചെയ്യാൻ വേണ്ടി എത്ര ടൈം വേണം. അപ്പൊ 15 സെന്റിമീറ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും നമുക്ക് തന്നിട്ടുണ്ടാവുന്നത്? ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് തന്നിട്ടുണ്ട്, മനസ്സിലായി? അപ്പൊ എക്സാക്ട്ലി അവർ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല തന്നിരിക്കുന്നത് ഡിസ്പ്ലേസ്മെന്റ് ആണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കുക, അതായത് ഇവിടെ നിന്ന് അവിടെ വരെ പോകാനായിട്ടുള്ള ടൈമാണ് വേണ്ടത്. അപ്പൊ ഈ തന്നിരിക്കുന്ന എന്താ നമുക്ക് തന്നിരിക്കുന്നത്? ഡിസ്പ്ലേസ്മെന്റിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷൻ ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയില്ലേ? എന്നിട്ട് എന്ത് കണ്ടുപിടിക്കുക? ടൈം പീരീഡ് കണ്ടുപിടിക്കുക. ടൈം കണ്ടുപിടിക്കുക. ടി സ്മോൾ ടിയുടെ വാല്യൂ കണ്ടുപിടിക്കുക. ഓക്കെ, വേഗം കണ്ടുപിടിച്ചേ. എടാ കുറച്ചേരം ലൈറ്റ് ഒന്ന് ഓൺ ചെയ്യോ? ഒരു മിനിറ്റ് എടാ, ഒരു മിനിറ്റ്. എന്താടാ പറഞ്ഞോ? ഏത് ക്വസ്റ്റിന്റെ? ഇപ്പൊ പറഞ്ഞതിന്റെ? ടി ഈസ് ഈക്വൽ ടു 1/3 സെക്കൻഡ്. ആ 1/3 കിട്ടിയില്ലേ? എടാ ഒന്ന് ഓൺ ചെയ്തിട്ട് പോടാ പ്ലീസ്. ഇവർക്ക് കാണാൻ പറ്റത്തില്ല ബോർഡ്. ഇവർക്ക് കാണാൻ പറ്റില്ല, ബോർഡ് കാണാൻ പറ്റില്ല. വേഗം സോൾവ് ചെയ്ത് കണ്ടുപിടിച്ചേടാ. വിസ്മയ തന്നെ ചെയ്യാൻ നോക്കട്ടോ. നിവേദ ചെയ്ത് ഞാൻ ഇപ്പൊ പറഞ്ഞപ്പോ എന്തൊക്കെ മനസ്സിലായി? അവിടെ തന്നിരിക്കുന്ന ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാന്ന് മനസ്സിലായി? ആംപ്ലിറ്റ്യൂഡ് തന്നിട്ടുണ്ട്, ടൈം പീരീഡ്, ക്യാപിറ്റൽ ടിയുടെ വാല്യൂ തന്നിട്ടുണ്ട്. ക്യാപിറ്റൽ ടി എത്രയാന്നാ ക്വസ്റ്റ്യനിൽ പറഞ്ഞത്? ക്യാപിറ്റൽ ടി 4 സെക്കൻഡ് ആന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് പറഞ്ഞ എന്താ? ഇപ്പൊ വിമൽ പറഞ്ഞില്ലേ, ടൈം റിക്വയർഡ് ഫോർ ദ പാർട്ടിക്കിൾ ടു മൂവ് ടു എ പോയിന്റ് ഓഫ് 15 സെന്റിമീറ്റർ വരെ പോകാൻ വേണ്ടി എടുക്കുന്ന ടൈം, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സ്മോൾ ടിയുടെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് തന്നിട്ടുണ്ട്, ആംപ്ലിറ്റ്യൂഡ് തന്നിട്ടുണ്ട്, ടൈം പീരീഡ് ഒക്കെ തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി? ടൈം കണ്ടുപിടിച്ചാൽ മതി, സ്മോൾ ടിയുടെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. y is equal to a sin omega t. ഈ ടിയുടെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായ? വൈയുടെ വാല്യൂ തന്നിട്ടുണ്ട്, എയുടെ വാല്യൂ തന്നിട്ടുണ്ട്, അതുപോലെ ഒമേഗക്ക് പകരം എന്ത് കൊടുക്കുക? ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒമേഗ ഡയറക്റ്റ് തരാൻ ചാൻസ് ഇല്ല. ഒമേഗക്ക് പകരം എന്ത് കൊടുക്കുക? 2π/t കൊടുക്കുക. കാരണം നമുക്ക് ടൈം പീരീഡ് തന്നിട്ടുണ്ട്. അത് സോൾവ് ചെയ്ത് വന്നിട്ട് 1/, സോൾവ് ചെയ്ത് ടൈം കണ്ടുപിടിക്കുക. ഒന്ന് സോൾവ് ചെയ്യണ്ടല്ലോ, അത് തന്നെ ക്യാൻസൽ ചെയ്ത് സോൾവ് ചെയ്യണമെങ്കിൽ സോൾവ് ചെയ്യാം. പൈയുടെ വാല്യൂ ഒക്കെ പൈ ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പറ്റും ചെയ്യാനല്ലാതെ. രണ്ട് സൈഡിൽ അത് പറഞ്ഞ ജസ്റ്റ് നോക്ക്. One by 3. ഒരു മിനിറ്റ്, ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കിക്കോട്ടെ. അല്ലെങ്കിൽ ഇല്ല, അതുകൂടെ നോക്കിക്കോട്ടെ. ബ്രേക്ക് എന്താ തുടങ്ങിയ താമസിച്ചല്ലേ? എഴുതിക്കാൻ കുറച്ച് ടൈം തന്നല്ലോ. One by two. Okay. 2 by 2.
1/2 1/2 ആൻസർ കിട്ടണത് ഏത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാ? 30. അപ്പൊ സൈൻ 5/6. അതിന് പകരം സൈൻ 5/6 അവിടെ കൊടുക്കാമല്ലോ. സൈൻ ഞാൻ അവിടെ നിന്ന് ബാക്കിയുള്ളതൊക്കെ ക്യാൻസൽ ചെയ്ത് സോൾവ് ചെയ്യുമെങ്കിൽ ടൈം പീരീഡ് കണ്ടുപിടിക്കാൻ പറ്റും. 5/2t. അവിടെ നിന്ന് പൈ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി ടീന്റെ വാല്യൂ എന്ത് വരും? 1/3. ചിന്തിച്ച് സോൾവ് ചെയ്താൽ കിട്ടും. പിന്നെ നീ ഇത് ചെയ്യട്ടാ, നീ സ്വന്തമായിട്ട് ചെയ്തേ നോക്കാം. വിസ്മയ സ്വന്തമായിട്ട് ചെയ്തേ കിട്ടിയ ചെയ്തേ. 1/2 എങ്ങനെ വന്നടാ? കിട്ടിയില്ല. ഇവിടത്തെ 2 അത് ക്യാൻസൽ ചെയ്ത് എഴുതിയല്ലേ. ഇതെന്ന് പറഞ്ഞാൽ 1/2 അല്ലേ. 1/2 ഈക്വൽ ടു സൈൻ 5/2t. ഈ 1/2 നമുക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം? സൈൻ 30 അല്ലേ, സൈൻ 30യുടെ വാല്യൂ. അപ്പൊ സൈൻ 30ക്ക് വരുന്നത് സൈൻ 5/6 എന്ന് എനിക്ക് എഴുതിക്കൂടെ? സൈൻ 5/6 ഈക്വൽ ടു സൈൻ 5/2t. സൈൻ പോയിട്ടുണ്ടെങ്കിൽ 5/6 ഈക്വൽ ടു 5/2t. ഓക്കെ വന്നിട്ടുണ്ടെങ്കിൽ t ഈസ് ഈക്വൽ ടു എങ്ങനെ വരും? 1/3. 2/6 1/3. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. 5 മിനിറ്റ് ബ്രേക്ക് എന്തിനാണ്? താമസിച്ചല്ലേ തുടങ്ങിയത്. അഞ്ച് മിനിറ്റ് വേഗം. 5 മിനിറ്റ് കേട്ടോ, കറക്റ്റ് 5 മിനിറ്റ്. വെള്ളം കുടിക്കണമെങ്കിൽ പോയി കുടിച്ചിട്ടോ, അത്രേ ഉള്ളൂ. അല്ല, ഇതിന്റെ ആൻസർ കഴിഞ്ഞിട്ട് പോവാ. അവിടെ ഇരിക്കും. ഇതിന്റെ ആൻസർ കഴിഞ്ഞിട്ട് പോവാ. ഇതിന്റെ ആൻസർ കഴിഞ്ഞിട്ട് പോവാ. ആ 1/3 കറക്റ്റാ. ആരാ പറഞ്ഞത്? സയോണാണോ പറഞ്ഞത്? അപ്പൊ ഇടയ്ക്ക് ഇക്വേഷൻ ചോദിച്ചാൽ നിനക്ക് പറയാനറിയാം. പൈ ഈസ് ഈക്വൽ ടു a sin omega t. അപ്പൊ ക്വസ്റ്റ്യൻ എന്താന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലായില്ല. ബാക്കി കിട്ടാത്തവര് ശ്രദ്ധിച്ചോട്ടാ. ക്വസ്റ്റ്യൻ എന്താന്ന് മനസ്സിലായില്ലേ? ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്? വൈയുടെ വാല്യൂ എത്രയാന്ന് പറഞ്ഞ ഡിസ്പ്ലേസ്മെന്റ് 15 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 15 ഈസ് ഈക്വൽ ടു എയുടെ വാല്യൂ എത്രയായിരുന്നു? 30 സൈൻ ഒമേഗ ടി. നമുക്ക് കണ്ടുപിടിക്കേണ്ട ടൈം ആണ്. 15 സെന്റിമീറ്റർ വരെ പോകാൻ വേണ്ടി എത്ര ടൈം വേണം അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഒമേഗക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. 15 ഈക്വൽ ടു അവന്തികൾക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായിരുന്നോ? വേദാദിയ മനസ്സിലായടാ? അജയ് മനസ്സിലായ? ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ? ഓക്കെ. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതാണ് ഇപ്പൊ ഒരു സിമ്പിൾ പെൻഡിലാണെന്ന് വിചാരിക്കുക. നമ്മൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഞാനപ്പോ സിമ്പിൾ പെൻഡിൽ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു തരുന്നേ ഉള്ളു. അപ്പൊ അതിന്റെ ആ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ആംപ്ലിറ്റ്യൂഡും തന്നിട്ടുണ്ട്. അതുപോലെ നമുക്ക് വേറെ എന്താ തന്നേക്കുന്നത്? ടൈം പീരീഡും തന്നിട്ടുണ്ട്. ടൈം പീരീഡ് ക്യാപിറ്റൽ ടി ആണ് തന്നേക്കുന്നത്. ടൈം പീരീഡ് എന്ന് പറയുമ്പോൾ അത് ക്യാപിറ്റൽ ടി ആണെന്ന് മനസ്സിലാക്കണേ. ടൈം പീരീഡ് 4 സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട്. ആംപ്ലിറ്റ്യൂഡ് ഈക്വൽ ടു 30 സെന്റിമീറ്റർ എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്, ഇപ്പൊ ഇതൊരു സിമ്പിൾ പെൻഡലത്തിന്റെ മോഷനാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ഇത് മീൻ പൊസിഷനിൽ നിന്ന് ടു എ പോയിന്റ് ഓഫ് 15 സെന്റിമീറ്റർ ദൂരെ വരെ പോകാൻ വേണ്ടി അതെടുക്കുന്ന ടൈം. അതായത് പെൻഡുലം ഇപ്പൊ ഇങ്ങനെ നിൽക്കുന്ന പെൻഡുലം ആണെങ്കിൽ ഇത് ഇവിടെ നിന്ന് അത്രയും ദൂരം പോകാൻ വേണ്ടി എത്ര ടൈം എടുക്കുന്നു അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഈ പോയിന്റ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ആണെന്ന് മനസ്സിലാക്കുക, അല്ലെങ്കിൽ ആൻസർ തെറ്റിപ്പോ. അത് ഡിസ്പ്ലേസ്മെന്റ് ആണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ വൈയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. y ഈസ് ഈക്വൽ ടു 15 സെന്റിമീറ്റർ. പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്താൽ മതി. 15 ഈക്വൽ ടു 30 സൈൻ ഒമേഗ. ഒമേഗയുടെ വാല്യൂ നമുക്ക് തന്നിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യാം? ഒമേഗ ഞാനിപ്പോ ചെയ്യിപ്പിച്ച എല്ലാ പ്രോബ്ലത്തിലും ഒമേഗ നമുക്ക് തന്നിട്ടില്ല.
പകരം എന്താ തന്നേക്കണത്? ടൈം പീരീഡ് തന്നേക്കണം. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക ഒമേഗേനെയും ടൈം പീരീഡിനെയും കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ഒമേഗ ഈക്വൽ ടു 2π/t. അത് അങ്ങനെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഒമേഗ ഈക്വൽ ടു 2π/t ഇൻറ്റു ടി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? ഈ ടി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ 15 ഈക്വൽ ടു 30 സൈൻ 2π/ ടൈം പീരീഡിന്റെ വാല്യൂ തന്നിട്ടുണ്ട് 4 സെക്കൻഡ്. 4 ഇൻറ്റു ടി സിംപ്ലിഫൈ ചെയ്യുക. 15 ഈക്വൽ ടു 30 സൈൻ π/2 ടി. എന്ത് ചെയ്യുക? 15 30 ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന് 50/30 ഈക്വൽ ടു സൈൻ π/2 ടി. ഇനി 15/30 എന്ന് പറയുമ്പോൾ എന്താ? 1/2. 1/2 ഈക്വൽ ടു സൈൻ π/2 ടി. ഇനി എന്ത് ചെയ്യാം? 1/2 എന്ന് പറയുന്നത് എത്രയാ? സൈൻ 30 ആണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? സൈൻ 30. അപ്പൊ സൈൻ π/6 ഈക്വൽ ടു സൈൻ π/2 ടി. ക്യാൻസൽ ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ π/6 ഈക്വൽ ടു π/2 ടി. ഇവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? ടിയുടെ വാല്യൂ ടി ഈസ് ഈക്വൽ ടു 1/3 സെക്കൻഡ്. ഓക്കെ. A particle executing door close ചെയ്യട്ടാ. A particle executing simple harmonic motion. A particle executing simple harmonic motion. A particle executing simple harmonic motion along a straight line. A particle executing simple harmonic motion along a straight line. A particle executing simple harmonic motion along a straight line. Its velocity is 4 meter per second. Its velocity is 4 meter per second. When it is 3 meter from the mean position. When it is 3 meter from the mean position. When it is 3 meter from the mean position. And 3 meter per second. And 3 meter per second. When it is at a distance of. And 3 meter per second. When it is a distance of 4 meter from its mean position. 4 meter from its mean position. From its mean position, find the angular frequency omega. Find the value of angular frequency omega. വേഗം കണ്ടുപിടിച്ചു. അപ്പൊ 2 കണ്ടീഷനാണ് നമുക്ക് ഇവിടെ തന്നേക്കുന്നത്. ക്വസ്റ്റ്യൻ കുറച്ച് വലുതാണെന്നില്ല, പക്ഷെ വലിയ പ്രശ്നമുള്ള ക്വസ്റ്റ്യൻ അല്ല. A particle executing simple harmonic motion along a straight line. Its velocity is 4 meter per second. അതായത് മീൻ പൊസിഷനിൽ നിന്ന് നേരത്തെ പറഞ്ഞ അതേ കേസ് തന്നെ ആലോചിച്ച് നോക്കുക. ഒരു പാർട്ടിക്കിൾ സിമ്പിൾ ഹാർമോണിക് മോഷനിലാണ്. കണ്ടീഷൻ പറഞ്ഞേക്കുന്നത് എന്താ? Its velocity is 4 meter per second when it is 3 meter from the mean position. അതായത് മീൻ പൊസിഷനിൽ നിന്ന് 3 meter ഡിസ്റ്റൻസ്. 3 meter എന്ന് പറയുമ്പോ അപ്പൊ എന്തായിരിക്കും അവിടെ തന്നിട്ടുണ്ടാവുക? ഉദ്ദേശിച്ചേക്കുന്നത് എന്താ? ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ മീൻ പൊസിഷനിൽ നിന്ന് 3 meter ഡിസ്പ്ലേസ്മെന്റിൽ നിൽക്കുമ്പോൾ ആ പാർട്ടിക്കിളിനുള്ള വെലോസിറ്റി ആണ് എത്രയാന്ന് തന്നേക്കുന്നത്? 4 meter per second എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഫസ്റ്റ് കണ്ടീഷൻ അനുസരിച്ച് എന്താ പറയാ, ഡിസ്പ്ലേസ്മെന്റ് y1 is equal to എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട്? 3 meter ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. വെലോസിറ്റി അതായത് മീൻ പൊസിഷനിൽ നിന്ന് 3 meter ദൂരെയാണ് ആ പാർട്ടിക്കിൾ നിൽക്കുമ്പോഴുള്ള വെലോസിറ്റി ആണ് അതിന്റെ തന്നേക്കുന്നത് 4 meter per second. അപ്പൊ y1 ഉം v1 ഉം അവിടെ തന്നിട്ടുണ്ട്. സെക്കൻഡ് കേസ് എന്താ പറഞ്ഞേക്കുന്നത്? മീൻ പൊസിഷനിൽ നിന്ന് നേരെ തിരിച്ച്
4 മീറ്റർ ഡിസ്റ്റൻസിൽ ആ പാർട്ടിക്കിൾ നിൽക്കുമ്പോഴുള്ള വെലോസിറ്റി ആണ് എത്രയാണെന്ന് തന്നേക്കുന്നത് 3 മീറ്റർ പെർ സെക്കൻഡ്. രണ്ട് കണ്ടീഷൻ ആയിട്ടാണ് തന്നേക്കുന്നത്. രണ്ട് ഇക്വേഷൻ ആയിട്ട് സോൾവ് ചെയ്താൽ മതി. ഫസ്റ്റ് കണ്ടീഷൻ ഇപ്പൊ ഇതാണ് സിമ്പിൾ പെൻഡുലം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് പെൻഡുലം എന്ന് വിചാരിക്കുക. ഈ പെൻഡുലം ആദ്യത്തെ കേസ് അനുസരിച്ച് പറയാനാണെങ്കിൽ ഇത് ഇവിടെ നിന്ന് ഒരു 3 മീറ്റർ ദൂരെയാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് 3 മീറ്റർ ആയിരിക്കുമ്പോൾ ഉള്ള വെലോസിറ്റി ആണ് നമുക്ക് എത്രയാന്ന് തന്നേക്കുന്നത് 4 മീറ്റർ പെർ സെക്കൻഡ് ആണ് തന്നേക്കുന്നത്. അപ്പൊ y1 ഈക്വൽ ടു അങ്ങനെ തന്നെയല്ലേ പറഞ്ഞേക്കുന്നത് 3 മീറ്റർ. അതെ 3 മീറ്റർ y1 ഇസ് ഈക്വൽ ടു 3 മീറ്റർ ഓർ 3 സെന്റിമീറ്റർ ആയിരിക്കുമ്പോൾ നമുക്കുള്ള വെലോസിറ്റി എന്ന് പറയുന്നത് എത്രയാന്ന് പറഞ്ഞേക്കുന്നത് 4 ആണെന്നാ പറഞ്ഞേക്കുന്നത്. സെക്കൻഡ് കണ്ടീഷൻ അനുസരിച്ച് നേരെ തിരിച്ചു വരും. മീൻ പൊസിഷനിൽ നിന്ന് 4 മീറ്റർ ദൂരെയാണ് പാർട്ടിക്കിൾ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എത്രയായിരിക്കും y2 ഈക്വൽ ടു 4ഉം v2 ഈക്വൽ ടു എത്രയാണെന്ന ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത് 3. ഇതാണ് രണ്ട് കണ്ടീഷൻ. ഈ രണ്ട് കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് എന്തിന്റെ ഇക്വേഷൻ എഴുതാൻ പറ്റും? വെലോസിറ്റിയുടെ ഇക്വേഷൻ എഴുതാൻ പറ്റില്ലേ? വെലോസിറ്റി v ഇസ് ഈക്വൽ ടു എന്താ വരിക? v ഇസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് a സ്ക്വയർ മൈനസ് y സ്ക്വയർ. അതിന്ന് സോൾവ് ചെയ്തിട്ട് ലാസ്റ്റ് ഒമേഗ കണ്ടുപിടിച്ചാൽ മതി. ഒമേഗ രണ്ടിനും സെയിം അതാ കണ്ടുപിടിക്കണ്ട. ഒമേഗയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ലാസ്റ്റ് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്താൽ മതി. അതേ ഇതിന്ന് ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് ഇക്വേഷൻ ഇപ്പൊ നമ്മൾ രണ്ട് ഇക്വേഷൻ എഴുതിയിട്ടുണ്ടെങ്കിൽ v1 ഈക്വൽ ടു ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് a സ്ക്വയർ മൈനസ് y സ്ക്വയർ, അതുപോലെ v2 ഈക്വൽ ടു ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് a സ്ക്വയർ മൈനസ് y സ്ക്വയർ. ഇതിൽ രണ്ടിനും v1 v2 വാല്യൂ അറിയാലോ, അതുപോലെ y1 y2 വാല്യൂ അറിയാം. അത് സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോ ഒമേഗ ക്യാൻസൽ ആയി പോകും ഇക്വേഷൻ ഡിവൈഡ് ചെയ്ത് വരുമ്പോ. പക്ഷെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? എയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ആ എ കൊണ്ടുവന്ന് ഏതെങ്കിലും ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഒമേഗ കിട്ടും. അപ്പൊ വേഗം കണ്ടുപിടിച്ചു. ജസ്റ്റ് ട്രൈ ചെയ്യും, ഞാൻ പറഞ്ഞുതരാൻ കിട്ടിയില്ലെങ്കിൽ. ഞാൻ എഴുതിയത് തിരിഞ്ഞു പോയിട്ടില്ല അല്ലെ? വെലോസിറ്റി ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കണം. വെലോസിറ്റി ഫസ്റ്റ് കേസിൽ വെലോസിറ്റി 4 മീറ്റർ പെർ സെക്കൻഡ്, ഡിസ്റ്റൻസ് 3 മീറ്റർ. സെക്കൻഡ് കേസിൽ 3 മീറ്റർ പെർ സെക്കൻഡ്, ഡിസ്റ്റൻസ് 4 മീറ്റർ ആണ്. കറക്റ്റ്. ഓഫ് ചെയ്തു വേണമെങ്കിൽ കുറച്ച് മടി. ആ റൂട്ട് അങ്ങ് മാറ്റിക്കടാ സ്ക്വയർ ചെയ്ത് ഫസ്റ്റ് തന്നെ. ഇത് ഓഫാക്കണം. വിമലിനൊക്കെ എക്സാം എന്നാ? ഫൈനൽ അല്ലേ? ഫൈനൽ എക്സാം ആണ് 12-ാം തീയതി അല്ലേ? അതിനുള്ളിൽ എന്തെങ്കിലും വേവ്സും കൈനറ്റിക്കും തീരും. കൈനറ്റിക്ക് വരെയുള്ള ഫൈനൽ എക്സാം എന്നാ? റിവിഷൻ തീർക്കണം. റിവിഷൻ ചെയ്യണം. വേണ്ട, ഇവിടെ ഒമേഗയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണ്ട. 2π/t വേണ്ട. 2π/tക്ക് വേണ്ടി നമുക്ക് ടൈം പീരീഡ് തന്നിട്ടുണ്ട്. ഇവിടെ ക്യാപിറ്റൽ ടി തന്നാൽ മാത്രമേ നമുക്ക് ആ കേസ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഒമേഗ ഈക്വൽ ടു 2π/t. നിങ്ങളെ വേവ്സ് കഴിഞ്ഞായിരുന്നോ സ്കൂളിൽ? അതങ്ങ് സ്ക്വയർ ചെയ്ത റൂട്ട് മാറ്റിക്കേ. കറക്റ്റാ ചെയ്യ്, ബാക്കി ചെയ്.
ചെയ്യടാ. അടുത്ത ചാപ്റ്റർ ഒന്ന് തുടങ്ങണം. ഇല്ല അത് തുടങ്ങിയിട്ടേ വിടുള്ളൂ. ഇല്ല ആ ചാപ്റ്റർ തുടങ്ങിയിട്ടേ ഞാൻ വിടുള്ളൂ. എന്തായാലും ഇത് റിവിഷൻ ചെയ്ത് തരാം. ഇതൊന്നും ഞാൻ ബ്രീഫ് ചെയ്ത് പറയണ്ട. ആ ചാപ്റ്റർ ഒന്ന് തുടങ്ങി വെക്കും. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പോയാൽ മതി. അതെ അതെ, അതും കുറക്കല്ലേ. എനിക്ക് മോച്ചണ്ടടാ. ഇല്ല ഇല്ല ഇല്ല. v1 equal to omega into root of a square minus y square. v1 ന്റെ വാല്യൂ എത്ര തന്നേക്കുന്ന 4 equal to omega into root of a square minus 3 square, that is square ചെയ്യാ രണ്ട് സൈഡും. 16 equal to omega square into a square minus 9. This is equation number 1. Then അടുത്തത് v2 equal to omega into root of a square minus y square. ഇതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ വരാ? അടുത്ത കേസിൽ എന്താ തന്നേക്കുന്ന 3 equal to omega into root of a square minus 4 square, that is square ചെയ്യുമ്പോൾ 9 equal to omega square into a square minus 16. This is equation number 2. ഇക്വേഷൻ 1/2 ചെയ്യുക. അപ്പൊ എന്താ കിട്ടുക? ഇക്വേഷൻ 1/2 ചെയ്യുമ്പോൾ 16 equal to omega square into a square minus 9 by 9 equal to omega square into a square minus 16. 16 by 9 equal to a square minus 9 by a square minus 16. Cross here. 16 into a square minus 16 equal to 9 into a square minus 9. 16 a square minus 256 equal to 9 a square minus 81. ഇനി സോൾവ് ചെയ്ത് എയുടെ വാല്യൂ കണ്ടുപിടിക്കുക. അത് കഴിഞ്ഞിട്ട് കിട്ടുന്ന എയുടെ വാല്യൂ കൊണ്ട് ഇത് 16 a square minus 9 a square equal to 256 minus 81. അത് സോൾവ് ചെയ്ത് എയുടെ വാല്യൂ കിട്ടും. ആ എയുടെ വാല്യൂ കൊണ്ടുവന്ന് ഏതെങ്കിലും ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒമേഗ സ്ക്വയറിന്റെ വാല്യൂ. എയുടെ വാല്യൂ എത്ര കിട്ടിയെന്ന് പറയട്ടോ. കിട്ടിയാ?
135. 256 minus 81 അല്ലേ? ആ എന്തോ വൺ കിട്ടൂലടാ. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ഹോംവർക്ക് എഴുതിക്കോട്ടാ. ഇല്ല ഇല്ല, അതിന്റെ ചാപ്റ്ററോട് അങ്ങോട്ട് അടുത്ത റിവിഷൻ തരും. ഇതിപ്പോ പറഞ്ഞുതരും, എന്നിട്ട് ഞാൻ തുടങ്ങുള്ളൂ. റിവിഷൻ വേണ്ട, ചാപ്റ്റർ തുടങ്ങി തോന്നല്ലേ? വേണ്ട, രണ്ടും പറഞ്ഞുതരാം. മിണ്ടരുതെന്നാ പറഞ്ഞു. ഞാനിപ്പോ വോട്ട് ചെയ്തിട്ട് പ്രശ്നമൊന്നും ഇല്ലല്ലോ നിനക്ക്. നീ എഴുതിക്ക്, അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്ക്. ഞാൻ ചെയ്തില്ല. എനിക്ക് അവകാശം കിട്ടിയില്ലടാ. രണ്ട് ക്വസ്റ്റ്യൻ എഴുതിക്കോട്ടാ ഹോംവർക്ക്. രണ്ട് ക്വസ്റ്റ്യൻ ഹോംവർക്ക് ചെയ്തിട്ട് തന്നെ എന്നാ 3 എണ്ണം തരാം. ഞാൻ ചാപ്റ്റർ തുടങ്ങിയിട്ട് വിടും. ഞാൻ തുടങ്ങിക്കോളാം. എഴുതിക്കോ. എ പാർട്ടിക്കിൾ എക്സിക്യൂട്ട്സ് simple harmonic motion ചെയ്തിട്ട് വന്നോട്ടാ. കറക്റ്റ് ആരും ചെയ്തിട്ട് വരില്ല, അതാ ഞാൻ പറഞ്ഞ ചെയ്തിട്ട് വന്നെ. ക്ലാസ് ഇനി ഉണ്ടാവും, വേറെ ക്ലാസ് ഉണ്ടെന്ന് അറിയില്ല. A particle executes simple harmonic motion is given by y equal to A particle executes simple harmonic motion is given by y equal to 10 sin 20t plus 0.5. A sin omega t plus 5. 5 എന്ന് പറഞ്ഞാൽ എന്താ? ഫേസ് ആംഗിൾ. ഞാൻ പറഞ്ഞില്ല, ഒരു ആംഗിൾ എന്നത് പറഞ്ഞില്ലേ, ഫേസ് ആംഗിൾ. ഇത് ഇക്വേഷൻ ഒക്കെ എഴുതാനാണെങ്കിൽ y is equal to a sin omega t plus 5. ഓരോന്നും എടുത്തെഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, in SI units, write down its amplitude, frequency. Write down its amplitude. 0 5 5 5 5.
A particle എവിടെ എത്തിയാ? ഓക്കെ, റൈറ്റ് ഡൗൺ ഇറ്റ്സ് ആംപ്ലിറ്റ്യൂഡ്, ഫ്രീക്വൻസി, ആംഗുലർ ഫ്രീക്വൻസി എല്ലാം എഴുതിക്കോ. റൈറ്റ് ഡൗൺ ഇറ്റ്സ് ആംപ്ലിറ്റ്യൂഡ്, ഫ്രീക്വൻസി, ആംഗുലർ ഫ്രീക്വൻസി, ടൈം പീരീഡ്, ഇനീഷ്യൽ ഫേസ്. റൈറ്റ് ഡൗൺ ഇറ്റ്സ് ആംപ്ലിറ്റ്യൂഡ്, ഫ്രീക്വൻസി, ആംഗുലർ ഫ്രീക്വൻസി, ടൈം പീരീഡ് and initial phase. അടുത്ത question. A particle execute simple harmonic motion. A particle executes simple harmonic motion of amplitude. A particle execute simple harmonic motion of amplitude 25 centimeter, of amplitude 25 centimeter and time period 3 seconds, of amplitude 25 centimeter and time period 3 seconds. What is the minimum time? What is the minimum time required for the particle? What is the minimum time required for the particle to move between 2 points? To move between 2 points, 12.5 centimeter, 12.5 centimeter on either side of the mean position. On either side of the mean position. അത് ചെയ്തിട്ട് വന്നാൽ മതി. ഇനി അടുത്ത ചാപ്റ്ററിന്റെ പേര് എഴുതിക്കേ. കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ്. ഇതിനെ പറ്റി ഒന്ന് ബ്രീഫ് പറയണം. ഈ ചാപ്റ്റർ എന്നാലും എടുക്കും, ചാപ്റ്റർ തുടങ്ങിട്ട് വിടും. അല്ല, ജസ്റ്റ് അങ്ങനെ പറയാനായിട്ടൊന്നുമില്ല. ഉറങ്ങുമല്ല ഇപ്പൊ ഉറങ്ങുമല്ലേ. കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്. ഓക്കെ, ഓസിലേഷനിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ തന്നെ പഠിച്ചാൽ മതി. ഫസ്റ്റ് വൺ, ഓസിലേഷൻ പഠിക്കുമ്പോഴത്തേക്കും നമ്മൾ ആ ഒരു ഓർഡറിൽ പഠിച്ചു പോരുക. സ്റ്റാർട്ടിങ് എവിടെ നിന്ന് തുടങ്ങണം? നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ എന്താണ് പീരിയോഡിക് മോഷൻ? എന്താണ് പീരിയോഡിക് മോഷൻ എന്ന് പറയുമ്പോൾ എന്താ വരിക? മോഷൻ വിച്ച് റിപ്പീറ്റ്സ് ആഫ്റ്റർ എ റെഗുലർ ഇന്റർവെൽ ഓഫ് ടൈം. ഞാൻ പറഞ്ഞ ഫാൻ കറങ്ങുന്ന കേസൊക്കെ ഞാൻ പറഞ്ഞു തന്നില്ല. അതൊക്കെയാണ് എന്തെന്ന് പറയാ പീരിയോഡിക് മോഷൻ എന്ന് പറയാം. പിന്നെ ഓസിലേറ്ററി മോഷൻ ഉണ്ട്, അതുപോലെ തന്നെ വൈബ്രേറ്ററി മോഷൻ ഉണ്ട്. വൈബ്രേറ്ററി മോഷന്റെ എക്സാമ്പിൾ ഏതാ പറയാ? ടൂണിംഗ് ഫോർക്ക്. ഓസിലേറ്ററി മോഷൻ എന്ന് പറയുമ്പോൾ ഏത് പറയാം? റൊട്ടേഷണൽ മോഷൻ ഉണ്ട്. റൊട്ടേഷണൽ മോഷന്റെ എക്സാമ്പിൾ ഏത് പറയാൻ പറ്റും? ഫാൻ പറയാം, പിന്നെ എർത്ത് പറയാം, ഏത് വേണേലും പറയാൻ പറ്റും. അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോഷൻ ഉണ്ട്. ഇതൊക്കെ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ടൈം പീരീഡ് എന്താണ്, ഫ്രീക്വൻസി എന്താണ്, ഇതൊക്കെ നോക്കി വെക്കുക. ആംഗുലർ ഫ്രീക്വൻസി എന്താണ്? ആംഗുലർ ഫ്രീക്വൻസിനെ ടൈം പീരീഡിനെ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ എന്താണ്? എന്താ? ഒമേഗ ഈക്വൽ ടു 2π/t. ഇതൊക്കെ നോക്കി വെക്കുക. പിന്നെ സിമ്പിൾ ഹാർമോണിക് മോഷൻ, അവിടെ നിന്നാണ് മെയിൻ ആയിട്ട് പഠിച്ചു തുടങ്ങേണ്ടത്. വാട്ട് ഇസ് എ സിമ്പിൾ ഹാർമോണിക് മോഷൻ? കണ്ടീഷൻ ഫോർ എ മോഷൻ ടു ബി സിമ്പിൾ ഹാർമോണിക്. ഒരു മോഷൻ സിമ്പിൾ ഹാർമോണിക് ആയിട്ട് വരണമെന്നുണ്ടെങ്കിലുള്ള കണ്ടീഷൻ എന്താണ്? പിന്നെ അതുപോലെ തന്നെ സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഇക്വേഷൻ. പിന്നെ ഏതൊക്കെയാണ് നോക്കണ്ടേ? വെലോസിറ്റി, ആക്സിലറേഷൻ ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഗ്രാഫ് വരച്ച് തന്നെ പഠിക്കണം. ഗ്രാഫ് വരക്കണം. നമ്മൾ ആ ആംഗിൾ ഒക്കെ കാണിച്ച് വരച്ചില്ലേ, ഒരു ടേബിൾ പോലെ ആക്കിയിട്ടൊക്കെ വരച്ചില്ലേ, അതൊക്കെ എല്ലാം നോക്കണം. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ തന്നെ അത് മനസ്സിലാവും. വലിയ പ്രശ്നമില്ല. പിന്നെ മെയിൻ ആയിട്ട് ആ ഡെറിവേഷനിൽ വരുന്ന കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ 3 ഇക്വേഷനാ. സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷൻ എന്താ? y is equal to a sin omega t. വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്താ? v is equal to omega into root of a square minus y square. and ആക്സിലറേഷന്റെ ഇക്വേഷൻ എന്താ? a is equal to omega square y. ഇത് മെയിൻ ആയിട്ട് നോക്കി വെക്കുക. ഇതിന്റെ ഡെറിവേഷൻ പഠിക്കണം, ഗ്രാഫ് വരക്കാൻ പഠിക്കണം. കറക്റ്റ് ആയിട്ട് ആംഗിൾ നമ്മൾ കൊടുത്ത് പഠിച്ചില്ലേ? 0 വരുമ്പോ എത്രയായിരിക്കും? 0, 90, 180, 360, 270 അതൊക്കെ എല്ലാം നോക്കി ഗ്രാഫ് വരച്ച് പഠിക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇക്വേഷൻ, ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് എ സിമ്പിൾ ഹാർമോണിക് മോഷൻ, അതും ചോദിക്കാറുണ്ട്. ഓക്കെ, അത് ഏതാണെന്നറിയോ? ഡിഫറൻഷ്യൽ ഇക്വേഷൻ d2x/dt² + ω² x = 0 എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ, ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അതും അന്ന് ജയിച്ചപ്പോ വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല, അത് നോക്കുക. പിന്നെ ലാസ്റ്റ് ടോപ്പിക് സിമ്പിൾ പെൻഡുലം.
സിമ്പിൾ പെൻഡുലം ഡെറിവേഷൻ ആണ്. പിന്നെ പ്രോബ്ലംസ് എല്ലാം ചെയ്ത് നോക്കാം. ഞാൻ ഹോംവർക്ക് തന്ന 2 പ്രോബ്ലം കറക്റ്റ് ആയിട്ട് ചെയ്തിട്ട് വരാം. പ്രത്യേകിച്ച് ഒന്നും അതിൽ മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല. ഈ പറയുന്ന ഇക്വേഷൻ പഠിക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പഠിക്കുക. പിന്നെ എപ്പോഴും കൺഫ്യൂഷൻ വരുന്നത് ഒമേഗയും ടൈം പീരീഡും തമ്മിലുള്ള റിലേഷൻ അറിയാമെങ്കിൽ അതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഈ 3 ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം എല്ലാം ചെയ്യാൻ പറ്റും. ഇത്ര നോക്കി വെച്ചാൽ അടുത്ത ചാപ്റ്ററിന്റെ പേര് എഴുതിക്കോ, കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ്. ഓക്കെ, എഴുതിയ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്. ഇത് കുഞ്ഞു ചാപ്റ്ററാ, ഇതിലൊന്നും പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഗ്യാസസ് ലോസ് എല്ലാം പറയാ. പിന്നെ ചെറിയ എന്തോ ഒരു ഡെറിവേഷൻ ഉണ്ട്, അതും സിലബസിൽ വലുതായിട്ട് കൊടുത്തിട്ടില്ല. നിങ്ങക്ക് സ്കൂളിൽ എടുത്തായിരുന്നു അത്? അത്രയല്ലേ ഉള്ളു. ഓക്കെ, അപ്പൊ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്. ഇവിടെ നമുക്ക് തിയറീസ് ആണ് കൂടുതലും പഠിക്കാനുള്ളത്. ഇതിൽ നിന്ന് പ്രോബ്ലംസ് അങ്ങനെ ഒന്നും വരാനൊന്നും ഇല്ല ഇതിൽ മെയിൻ ആയിട്ട്. പിന്നെ ചെറിയൊരു ഡെറിവേഷൻ വരാനുണ്ട്, എന്നാലും ചെറിയ ചാപ്റ്റർ, ഏറ്റവും ചെറിയ ചാപ്റ്റർ ആണ് കൈനറ്റിക് തിയറി. ഞാൻ പറഞ്ഞു വരുമ്പോ കൂടുതലായിട്ട് ഉണ്ടാവും. പക്ഷെ കണ്ടന്റ് വൈസ് നോക്കാനാണെങ്കിൽ ഏറ്റവും ചെറിയ ചാപ്റ്റർ ആണ്. ഇതിൽ നിങ്ങൾക്ക് ഓൾറെഡി ഇപ്പൊ അറിയാവുന്ന കാര്യങ്ങൾ തന്നെ. ബോയിൽസ് ലോ എന്താന്ന് ഞാൻ കഴിഞ്ഞ ചാപ്റ്ററിൽ തന്നെ ഇതിന്റെ ലോസ് എല്ലാം പറഞ്ഞു കഴിഞ്ഞു. അതാണ് മെയിൻ ആയിട്ട് ആ ചാപ്റ്ററിൽ എഴുതി പഠിക്കാനായിട്ടുള്ളത്. തിയറി ലോസ് എല്ലാം കറക്റ്റ് ആയിട്ട് പഠിക്കുക. അത് ഓൾറെഡി ഞാൻ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞതാ. തെർമോഡൈനാമിക്സ്, ഓസിലേഷൻ അല്ല, തെർമോഡൈനാമിക്സ് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞതാ. ബോയിൽസ് ലോ എന്താണ്, ചാൾസ് ലോ എന്താണ്, ഇതൊക്കെ ഞാൻ പറഞ്ഞതായിരുന്നു. പിന്നെ അവഗാഡ്രോസ് ലോ, പിന്നെ ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ. ബോയിൽസ് ലോ, ചാൾസ് ലോ ഞാൻ പറഞ്ഞതായിരുന്നു എന്താണ്. അപ്പൊ ഫസ്റ്റ് വൺ എഴുതിക്കോ, തിയറി ആണ്. ഈ ഗ്യാസിന്റെ തിയറീസ് ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഫസ്റ്റ് വൺ ബോയിൽസ് ലോ. ചെറിയ ചാപ്റ്റർ, മൊത്തം തീർക്കൊന്നുമില്ല, കുഞ്ഞു ചാപ്റ്റർ. ഞാൻ പറഞ്ഞ പോലെ ഒരു പേജൊക്കെ ഉള്ളു. ഞാൻ എടുത്തു വരുമ്പോ കുറച്ചുണ്ടാവും. ബോയിൽസ് ലോ എന്താന്ന് നമ്മൾ പറഞ്ഞതായിരുന്നു. ബോയിൽസ് ലോ എന്ന് പറഞ്ഞാൽ എന്താ? ബോയിൽസ് ലോ എന്താന്ന് പറഞ്ഞതല്ലേ? സ്പെല്ലിങ്ങാ BOYELS. ഓക്കെ, ബോയിൽസ് ലോ എന്താ പറയാ? കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ ചാപ്റ്റർ എടുത്തപ്പോൾ പറഞ്ഞതായിരുന്നു. ഒരു ഇക്വേഷനും ഉണ്ട് അതില്. ഒരു ഓർമ്മയും ഇല്ല. എഴുതിക്കോ. According to Boyle's law, pressure of a given mass of gas is inversely proportional to volume of the gas. BOYLES അല്ലേ പറഞ്ഞത്? തിരിഞ്ഞു പോയതാ, ഞാൻ പറഞ്ഞപ്പോ തിരിഞ്ഞതായിരിക്കും. Pressure of a given mass of gas is inversely proportional to volume of the gas. Provided temperature of the gas is kept constant. PV is equal to constant. എന്നെടുത്ത് എഴുതിക്കോ. PV is equal to constant. ഇത് ഏത് പ്രോസസ് ആണെന്ന് അറിയാവോ? PV is equal to constant.
ഇത് ഏത് പ്രോസസ്സാ? ഐസോതെർമൽ പ്രോസസ്. വെരി ഗുഡ്, ഒരാളെങ്കിലും ഓർത്തല്ലോ. ഓക്കെ, പി വി സി ഈക്വൽ ടു കോൺസ്റ്റന്റ്. ഇക്വേഷൻ എഴുതി ബോക്സ് ചെയ്ത് വെച്ചു, സൈഡിൽ ഒരു ആരോ മാർക്ക് ഇട്ടിട്ട് ഐസോതെർമൽ പ്രോസസ് എന്നും കൂടെ എഴുതി വെച്ചു. P1 V1 ഈക്വൽ ടു P2 V2 ഇതും കൂടി എഴുതി ബോക്സ് ചെയ്ത് വെച്ചു കേട്ടോ. ഗ്രാഫ് വരച്ചു വെച്ചു. ഒരു ലോയും കൂടെ പറഞ്ഞോട്ടെ, ചാൾസ് ലോയും കൂടി പറഞ്ഞാൽ മതി. അത് സിമ്പിളാ, വേഗം പറയും. ടൈം വേഗം എഴുതിക്കോ. ചാൾസ് ലോ, അടുത്ത ലോയും കൂടെ എഴുതിയോ. ഗ്രാഫ് വരച്ചിട്ട് വേഗം അടുത്തല്ലോ. 2-3 ലോ അല്ലേ ഉള്ളു അതിലാകെ പറയാൻ. ജസ്റ്റ് വരച്ചാൽ മതി പി വി കോൺസ്റ്റന്റിന്റെ ഗ്രാഫ്. അടുത്തത് ചാൾസ് ലോ. At constant pressure, volume of the given mass of gas, at constant pressure, volume of the given mass of gas is directly proportional to absolute temperature. V is directly proportional to T. V by T equal to constant. V1 by T1 equal to V2 by T2. ഒരെണ്ണം കൂടി. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആകുമ്പോൾ ഗ്രാഫ് എങ്ങനെ വരും? അതുകൂടി വരച്ചേ. ഒരെണ്ണം കൂടി പറയട്ടടാ. ഓക്കെ, അടുത്ത എഴുതിക്കോ. ഇതുകൂടി കറക്റ്റ്. ഒരു 5 നമ്മൾ ലേറ്റ് ആയിട്ടല്ലേ തുടങ്ങിയത്. പഠിക്കാൻ വേണ്ടി എഴുതി കാണിച്ചാ? നീ മാത്രം എഴുതി കാണിച്ചു, ഞാൻ അത്രയും തരുന്നിട്ടില്ല. ബാക്കി ആരും എഴുതി ഒന്ന് കാണിക്ക്. എവിടെ? പഴയ നോട്ടെടുത്ത് കാണിക്കണ്ടെങ്കിൽ ഇതുകൂടി ഒരു ലോ കൂടെ എഴുതിട്ടപ്പോ. നിന്നെ വിടരുതെന്നാ പറഞ്ഞേക്കണത്. ഒരു ലോ കൂടെ എഴുതിട്ട് പോ. അവഗാഡ്രോസ് ലോ. എന്നാ പറ എന്താ? ഈക്വൽ വോളിയം ഓഫ് ഓൾ ഗ്യാസ് കണ്ടെയ്ൻ ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ്. അത്ര എഴുതിയാൽ മതി. വേഗം എഴുതങ്ങോട്ട്. അവഗാഡ്രോസ് ലോ. അവഗാഡ്രോസ് ഹൈപ്പോതെസിസ്. ആ ലോ എന്താന്ന് വെച്ച് എഴുതിക്കും, ഒരു പ്രശ്നം. At constant temperature and pressure,
at constant temperature and pressure, equal volume of all gas contained at constant temperature and pressure, equal volume of all gas contain equal number of moles. Equal volume of all gas contain equal number of moles. അതിപ്പോ എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഇപ്പൊ 1 ലിറ്റർ ഓഫ് നീ കേക്കണ്ട 1 ലിറ്റർ ഓഫ് ഓക്സിജനും 1 ലിറ്റർ ഓഫ് കാർബണും ഉണ്ടെന്ന് വിചാരിക്കുക. 1 ലിറ്റർ ഓഫ് ഓക്സിജനിൽ 15 മോൾസ് ആണെങ്കിൽ 1 ലിറ്റർ ഓഫ് കാർബണിൽ എത്ര മോൾസ് തന്നെ ആയിരിക്കും എന്ന് ആര് പറഞ്ഞത്? ഈക്വൽ വോളിയം ഓഫ് ഓൾ ഗ്യാസ് കണ്ടെയ്ൻ ഈക്വൽ നമ്പർ ഓഫ് മോൾസ്. അതായത് രണ്ട്, ഇപ്പൊ 1 ലിറ്റർ ഓഫ് ഓക്സിജനും ഉണ്ട് 1 ലിറ്റർ ഓഫ് കാർബണും ഉണ്ടെന്ന് വിചാരിക്കുക. 1 ലിറ്റർ ഓഫ് ഓക്സിജനിൽ ഇപ്പൊ ഒരു 25 നമ്പർ ഓഫ് മോൾസ് ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഇത് പറഞ്ഞ അനുസരിച്ച് എന്താ പറയാ, അതിൽ എത്രയാണോ ഉള്ളത്, കാരണം ഇത് 1 ലിറ്റർ ആണ്, അപ്പൊ 1 ലിറ്ററിൽ 50 മോൾ ഉണ്ടെങ്കിൽ അടുത്തത് എത്ര തന്നെ ഉണ്ടാവുള്ളൂ എന്നാ പറഞ്ഞത്? 50 തന്നെ ഉണ്ടാവുള്ളൂ എന്നാണ് പറഞ്ഞത് അവഗാദ്രോസ് ലോ. ഇനി ആ സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കിയേ, ഈക്വൽ വോളിയം ഓഫ് ഓൾ ഗ്യാസ് കണ്ടെയ്ൻ ഈക്വൽ നമ്പർ ഓഫ് മോൾസ്. അത് ആളുടെ കൺസെപ്റ്റ് ആണ് പറഞ്ഞത്, ഓരോരുത്തർ പറയുന്ന കൺസെപ്റ്റ് ആണ് ഈ പറയുന്നത്. ഇതിന്റെ കൺസെപ്റ്റ് അനുസരിച്ച് ഈക്വൽ തന്നെ ആയിരിക്കും എന്നാ പറഞ്ഞത്. ഓക്കെ, അടുത്തത് ഉണ്ടായിരുന്നു പറയാം, ഇല്ല അടുത്ത ക്ലാസ്സിൽ നോക്കാം. ചെറിയ ചാപ്റ്റർ ഇത്, അടുത്ത ക്ലാസ്സോടെ തീരും. പിന്നെ വേവ്സ് തുടങ്ങും. ഓസിലേഷൻ തീർന്നല്ല, ഓസിലേഷൻ തീർന്നു കഴിഞ്ഞാൽ പിന്നെ സമാധാനം. കൈനറ്റിക് ഇനി ഒരു ചെറിയ ക്ലാസ് കൂടെ ഉള്ളു.